ഇന്ന് നമ്മുടെ കൂടെയുള്ളത് കേരള വന ഗവേഷണ കേന്ദ്രത്തിലെ ചീഫ് സയന്റിസ്റ്റ് ആയ അവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എന്റമോളജിയിലെ ചീഫ് സയന്റിസ്റ്റ് ആയ ഡോക്ടർ ടി.വി. സജീവ് സാറാണ്. നമസ്കാരം സർ. നമുക്ക് അദ്ദേഹത്തിന്റെ പുതിയ പുസ്തകമായ എല്ലാവർക്കും ഇടമുള്ള ഭൂപടങ്ങൾ, ആ പുസ്തകത്തിനെ കുറിച്ചും പിന്നെ അദ്ദേഹത്തിന്റെ വർഷങ്ങളായിട്ടുള്ള ഗവേഷണ അനുഭവങ്ങളെ കുറിച്ചും ചോദിച്ചറിയാം. ശാസ്ത്രത്തോട് അടുക്കാനും ശാസ്ത്ര വിദ്യാഭ്യാസത്തിന്റെ ആ ഒരു വഴിയും അതിനെക്കുറിച്ചൊന്ന് പറയാം. സയൻസ് ബേസിക്കലി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മേഖലയായിരുന്നു. അതിൽ തന്നെ ജീവശാസ്ത്രം ആയിരുന്നു കുറച്ചൊരു അധിക താല്പര്യമുള്ള വിഷയമായിട്ട് മാറി. പ്രധാനമായിട്ടും അതിൻ്റെ ഒരു കാരണം അന്വേഷിച്ചാൽ സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപകർ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയമായി മാറുന്ന പലപ്പോഴും ഏറ്റവും നല്ല അധ്യാപകരെ പഠിപ്പിക്കുമ്പോഴാണ്. ബയോളജി ആ നിലയ്ക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതുകൊണ്ടാണ് ബയോളജിയിൽ സ്പെഷ്യലൈസ് ചെയ്യാം എന്ന് തീരുമാനിക്കാനുണ്ടായി. അതിനുശേഷം പഠിക്കുന്ന കാലത്തെല്ലാം തന്നെ നമ്മളൊരു വിഷയം പഠിക്കുക എന്നുള്ളത് മാത്രമല്ല, ആ വിഷയത്തിനകത്ത് ഇനിയും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഏതൊക്കെ എന്ന് അന്വേഷിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതും പ്രധാനമായിട്ടും പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിലൊക്കെ പഠിപ്പിച്ച അധ്യാപകരുടെ അടുത്ത് നിന്ന് കിട്ടിയ ഒരു വലിയ പാഠം ഈ വിഷയത്തിലുള്ള സിലബസുള്ള കാര്യങ്ങൾ പഠിക്കൽ മാത്രമല്ല, മറിച്ച് ഓരോ വിഷയത്തിനകത്തും ഇനിയും എന്തൊക്കെയാണ് അറിയാനുള്ളത് എന്നുള്ളത് അന്വേഷിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത്. റിസർച്ച് ചെയ്തത് എന്റമോളജിയിലാണ്. അതിനെക്കുറിച്ച് ഒന്ന് ബേസിക്കലി ഞാൻ KFRA തന്നെയാണ് PhD വർക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്തത് ക്രിസാറ്റിലായിരുന്നു. പ്രധാനമായിട്ട് തേക്കിൻ്റെ ഇല തിന്ന് നശിപ്പിക്കുന്ന ഒരു പുഴുണ്ട്. ഒരു ശലഭമാണ്, നിശാശലഭമാണ്. അത് തേക്കിൻ്റെ തടിയിലുള്ള മുട്ട വിരിഞ്ഞ് വരുന്ന പുഴുക്കളെ ഇല തിന്ന് നശിപ്പിക്കും. മിക്കവാറും തോട്ടങ്ങളിലെല്ലാം തന്നെ ഒരു 3 പ്രാവശ്യമെങ്കിലും ഇല നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ തേക്കിനെ സംബന്ധിച്ചിട്ട് അതിൻ്റെ വളർച്ച വർദ്ധിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ഊർജ്ജം മുഴുവൻ അത് പുതിയ ഇല വരാൻ വേണ്ടി ഉപയോഗിക്കും. അപ്പോൾ അതിനെ നിയന്ത്രിക്കേണ്ട ഒരാവശ്യമുണ്ടായി. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ദീർഘകാലത്തൊരു ഗവേഷണ പദ്ധതി ഉണ്ടായിരുന്നു. അതിലാണ് ഞാൻ ചേരുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മളതിനെ നിയന്ത്രിക്കാനായിട്ട് സ്വാഭാവികമായിട്ട് തന്നെ പ്രകൃതിയിലുള്ളൊരു വൈറസിനെയാണ് ഉപയോഗിച്ചിരുന്നത്. എൻ്റെ PhD വർക്ക് ഈ ഇൻസെക്റ്റിൻ്റെ ഔട്ട് ബ്രേക്ക് നമ്മൾ വിളിക്കും. കൂട്ടമായിട്ട് ആക്രമണം വരുന്ന സ്ഥലവും സമയവും പ്രവചിക്കുക എന്നുള്ളതായിരുന്നു ഞാൻ പ്രധാനമായിട്ടും ചെയ്തിരുന്നൊരു കാര്യം. എന്റമോളജിനെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ? പ്രധാനമായിട്ട് എന്റമോളജി എന്ന് പറയുന്ന സബ്ജക്റ്റ് പ്രകൃതിയെക്കുറിച്ചുള്ള പഠനങ്ങളാണ്. ഷഡ്പദങ്ങൾ ഉപയോഗിച്ചിട്ട് പ്രകൃതിയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്ര വിഭാഗത്തിനെയാണ് നമ്മൾ എന്റമോളജി എന്ന് വിളിക്കുക. ഇൻസെക്ട്സ് എന്ന് പറയുമ്പോൾ 4 ചിറകുണ്ടാവും, 3 പെയർ കാലുകളുണ്ടാവും, കൃത്യമായിട്ടുള്ള സെഗ്മെൻറ്റ്സ് ആയിട്ട് ബോഡി ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ആ ജീവജാലങ്ങളെ കുറിച്ചിട്ടാണ്. അതൊരു പ്രധാനപ്പെട്ട ശാസ്ത്ര മേഖലയാവാനുള്ള കാരണം, ഒന്നാമത്തെ പ്രധാന കാരണം ധാരാളമായിട്ട് കീടങ്ങളുണ്ടെന്നുള്ളതാണ്. നമ്മൾ ധാരാളം വിളകളെ നശിപ്പിക്കുന്ന കീടങ്ങളുണ്ട്, അത് നിയന്ത്രിക്കേണ്ട ആവശ്യമുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു വൈവിധ്യം, വലിയ തോതിൽ വൈവിധ്യമുള്ളൊരു ഗ്രൂപ്പാണ്. ഇപ്പോൾ ഡാർവിനോടൊക്കെ ചോദിക്കുന്നുണ്ട്, ഡാർവിൻ പല വിഭാഗങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഡാർവിനോടൊക്കെ ചോദിക്കുന്നുണ്ട്, താങ്കൾക്ക് ദൈവത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ചിട്ട് എന്താണ് താങ്കൾക്ക് തോന്നുന്നു ചോദിക്കുമ്പോൾ ഡാർവിൻ പറയുന്നു, ദൈവത്തിന് വണ്ടുകളോട് എന്തോ പ്രത്യേകിച്ച് ഇഷ്ടമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറയാം. കാരണം അത്രമാത്രം ഡൈവേഴ്സാണത്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നല്ലൊരു ശാസ്ത്ര പഠനത്തിന് പറ്റിയ ഒരു മോഡലാണെന്നുള്ളത്. ഇപ്പം നമുക്ക് വളരെ ചെറിയ ജീവജാലങ്ങളുണ്ടോ, ബാക്ടീരിയ പോലെ വളരെ പെട്ടെന്ന് ധാരാളം തലമുറകളൊക്കെ വരും. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ അതിനകത്ത് നമുക്ക് അധികം ക്യാരക്ടേഴ്സൊന്നും നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റില്ല. അതേസമയം വലിയ മൃഗങ്ങളിലേക്ക് എടുത്താൽ അവരുടെ ജീവിതകാലം വളരെ വലുതാണ്, നമുക്കതിനെ പഠിച്ച് എടുക്കാൻ പറ്റില്ല. ഇൻസെക്ട്സ് ഇത് രണ്ടിനും ഇടയ്ക്ക് വരിക, വളരെ ചെറുതാണ്. എന്നാൽ അതേസമയം തന്നെ ഒത്തിരി ക്യാരക്ടേഴ്സ് നമുക്ക് കണ്ടെത്താൻ പറ്റും. വളരെ പെട്ടെന്ന് പുതിയ പുതിയ തലമുറകൾ വരും. അപ്പോൾ അതുകൊണ്ട് ധാരാളം ശാസ്ത്ര അന്വേഷണത്തിന് പറ്റിയൊരു മോഡൽ ആയിട്ട് ഇൻസെക്ട്സിനെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം നമ്മുടെ പഴത്തിലൊക്കെ വരുന്ന ചെറിയ ഈച്ചയുണ്ട്, ഡ്രോസോഫില മെലനോഗ്ലാസ് എന്ന് പറയുന്ന ആ ഒരൊറ്റ ജീവി നമുക്ക് തന്നിട്ടുള്ള അറിവ് വളരെ വലുതാണ്. ആദ്യമായിട്ട് നമ്മൾ ക്രോമസോംസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന അതിലാണ്. ഇപ്പോൾ സർക്കാർ വിധത്തെക്കുറിച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ പഠനങ്ങൾ നടക്കുന്നതിനകത്താണ്. മ്യൂട്ടേഷനെ കുറിച്ചിട്ട്, ജെൻഡിങ് ജീൻസിനെ കുറിച്ചിട്ട് ധാരാളം പഠനങ്ങൾ നടക്കുന്ന ഒരു വസ്തുവായിട്ട് ഡ്രോസോഫില മെലനോഗ്ലാസ് മാറിയിട്ടുണ്ട്. ജെനറ്റിക്സിലുള്ള ധാരാളം അറിവുകൾ അതിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. ഈ കാര്യങ്ങൾ കൊണ്ടാണ് എന്റമോളജി വളരെ പ്രധാനപ്പെട്ട ഒരു ശാസ്ത്രശാഖയാവുന്നത്. ഈ ഇൻസെക്ട്സ് എങ്ങനെയാണ് നമ്മുടെ ആവാസ വ്യവസ്ഥയിൽ മറ്റുള്ള ജീവജാലങ്ങളോട് ഇന്ററാക്ട് ചെയ്യുന്നത്? അത് പഠിക്കുന്നതിലൂടെ നമുക്ക് കൺസർവേഷൻ എങ്ങനെ കൂടുതൽ ത്വരിതഗതിയിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ കൂടുതൽ ശക്തമായിട്ട് ചെയ്യാൻ പറ്റും? ഇൻസെക്ട്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് മിക്കവാറും പറ്റാവുന്ന എല്ലാ തരം ജീവിക്കാൻ സാധ്യതയായിട്ടുള്ള ഇടങ്ങളും അത് ഓക്കുപ്പൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ആവാസ വ്യവസ്ഥയുടെ ആരോഗ്യം നമുക്ക്
കണ്ടെത്താനായിട്ട് അത് അനലൈസ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല മോഡൽസ് ആയിട്ട് ഇൻഡിക്കേറ്റർ സ്പീഷീസ് ആയിട്ട് ഇൻസെക്ട്സ് യൂസ് ചെയ്യാൻ പറ്റും. അതിൽ വരുന്ന മാറ്റങ്ങൾ ഒരു പ്രത്യേക സ്ഥലത്തിൻ്റെ ആവാസ വ്യവസ്ഥയെക്കുറിച്ചുള്ള വളരെ കൃത്യമായിട്ടുള്ള പ്രവചനങ്ങളായിട്ട് മാറാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഇൻസെക്ട്സിനെ കൺസേർവ് ചെയ്യാനായിട്ട് അതിന് പറ്റിയ സ്ഥലങ്ങൾ ധാരാളമായിട്ട് ഉണ്ടാവേണ്ട ആവശ്യമുണ്ട്. കൈഫാർ ചെയ്ത വലിയൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ബട്ടർഫ്ലൈ ഗാർഡൻസ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. എൻ്റെ സീനിയറായിട്ട് വർക്ക് ചെയ്യുന്ന ഡോക്ടർ ജോർജ് മാത്യു ആണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നിപ്പോൾ കേരളത്തിൽ ധാരാളം വിദ്യാലയങ്ങളിൽ, സ്ഥാപനങ്ങളിൽ, സർക്കാർ സ്ഥാപനങ്ങളിലടക്കം ബട്ടർഫ്ലൈ ഗാർഡൻസ് ഉണ്ട്. അപ്പോൾ നമ്മളവിടെ ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ പുഴുവിന് ഭക്ഷണമായിട്ട് കഴിക്കാൻ പറ്റുന്ന സസ്യങ്ങളും അതുപോലെ അഡൽറ്റിന് ശലഭങ്ങൾക്ക് ഉള്ള സ്പേസുമാണ് ഒരുക്കുന്നത്. പക്ഷേ അത്യധികമായിട്ട് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ അവർ മാത്രമല്ല, മറ്റൊത്തിരി ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന സ്പേസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെനിക്ക് കൺസർവേഷനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് ഇൻസെക്ട്സിന് വഹിക്കാനുണ്ട്. നമുക്ക് കേരളത്തിലെ വനങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ എത്ര തരം വനങ്ങളാണ് കേരളത്തിൽ ഉള്ളത്? നമ്മൾ കൃത്യമായിട്ടുള്ള ശാസ്ത്രീയ ആയിട്ടുള്ള മരങ്ങളുടെ പ്രദേശത്തുള്ള മരങ്ങളുടെ വിന്യാസം വെച്ച് നോക്കിയാൽ ഏകദേശം 17 തരം കാടുകൾ കേരളത്തിലുണ്ട്. സാധാരണ നിരക്ക് നമ്മൾ പറയുകയാണെങ്കിൽ കേരളത്തിൽ തീരപ്രദേശത്ത് തന്നെ കാണുന്ന കാടുണ്ട്, കടൽ തീരത്ത് തന്നെ കാണുന്ന കണ്ടൽ കാടുണ്ട്. വളരെ സവിശേഷമായിട്ടുള്ള ചെടികൾ അവിടെയുള്ളൂ. ഉപ്പുവെള്ളത്തിൽ ജീവിക്കാൻ പറ്റുന്ന സസ്യങ്ങൾ അവരേ ഉള്ളൂ. വേറെ ഒരു സസ്യത്തിന് ഉപ്പുവെള്ളത്തിൽ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള അഡാപ്റ്റേഷൻസ് ഉള്ള മരങ്ങളാണ് അവർ. നമ്മൾ കുറച്ചും കൂടി അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ധാരാളമായിട്ട് സർപ്പക്കാവുകൾ കാണാൻ പറ്റും. ഇപ്പോൾ വടക്കൻ കേരളത്തിലേക്ക് പോയി കഴിഞ്ഞാൽ കാവെന്നും കാണമെന്നും ഒക്കെ വിളിക്കുന്ന ചെറിയ കാടിൻ്റെ തുരുത്തുകൾ കാണാം. വലിയ തോതിൽ ജീവജാലങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുന്ന ആവാസ വ്യവസ്ഥകളാണത്. കുറച്ചും കൂടി നമ്മൾ പശ്ചിമഘട്ടത്തിലെ താഴ്ഭാഗങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതലുള്ള വനത്തോട്ടങ്ങളാണ്. ഇപ്പോൾ തേക്കിൻ്റെ തോട്ടങ്ങൾ ഏറ്റവും കൂടുതൽ ഏകദേശം 75,000 ഹെക്ടറോളം സ്ഥലം നമുക്ക് തേക്ക് തോട്ടങ്ങളുണ്ട്. ഈ തേക്ക് തോട്ടങ്ങൾ കഴിഞ്ഞ് മുകളിലേക്ക് കയറാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ആർദ്ര ഇലപൊഴിയും കാടുകൾ കാണാൻ പറ്റും. മോയിസ്റ്റ് ഡെസിഡുവസ് ഫോറസ്റ്റ് എന്ന് പറയുന്ന കാടുകൾ. ഡ്രൈ ഡെസിഡുവസ് ഫോറസ്റ്റും ഉണ്ട്. ഇപ്പോൾ ചിന്നാർ പോലെയുള്ള മേഖലകളിൽ നമുക്ക് ഡ്രൈ ഡെസിഡുവസ് ഫോറസ്റ്റും കാണാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ മുകളിലേക്ക് കഴിഞ്ഞാൽ സെമി എവർഗ്രീൻ ഫോറസ്റ്റ് കാണാൻ പറ്റും. അർദ്ധ നിത്യഹരിത വനങ്ങൾ കാണാം. കുറച്ചും കൂടി മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് നിത്യഹരിത വനങ്ങൾ കാണാൻ പറ്റും. എല്ലാ സമയത്തും പച്ചപ്പുള്ള മരങ്ങളുള്ള. പശ്ചിമഘട്ടത്തിൽ ഏറ്റവും മുകളിലേക്ക് എത്തുമ്പോൾ നമുക്ക് വളരെ സവിശേഷമായിട്ടുള്ളൊരു കാടായിട്ടുള്ള ചോലക്കാടുകൾ കാണാൻ പറ്റും. ഇംഗ്ലീഷിൽ ഷോല ഫോറസ്റ്റ് എന്ന് വിളിക്കുന്ന കാടുകൾ കാണാം. അതിന് ചുറ്റും വിശാലമായിട്ടുള്ള പുൽമേടുകളും കാണാം. ഹൈ എലിവേഷൻ ഗ്രാസ് ലാൻഡ്സ് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് പ്രധാനമായിട്ടും നമുക്ക് കേരളത്തിൽ കാണാൻ പറ്റുന്ന കാടുകൾ. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഓരോ കാട്ടിൽ പോയി കഴിഞ്ഞാൽ വളരെ വ്യത്യസ്തമായ സൂക്ഷ്മ ആവാസ വ്യവസ്ഥകൾ നമുക്ക് കാണാൻ പറ്റും. കാടെന്നുള്ളത് ഒരൊറ്റ ഫോർമേഷൻ അല്ല. അവിടെ പാറക്കെട്ടുകളുണ്ടാവും, വയലുകളുണ്ടാവും, ചതുപ്പായിട്ടുള്ള സ്ഥലങ്ങളുണ്ടാവും, കുറ്റിക്കാട് മാത്രമുള്ള സ്ഥലങ്ങളുണ്ടാവും, വലിയ മരങ്ങളുള്ള സ്ഥലങ്ങളുണ്ടാവും. അപ്പോൾ ഇതെല്ലാം ചേർന്നൊരു മൊസൈക്കിനെയാണ് നമ്മൾ കാട് എന്ന് വിളിക്കുന്നത്. പിന്നെ ഈ ചോലക്കാടുകളെ പറ്റി സംസാരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഒരു ഭാഗത്ത് മാത്രം ഇങ്ങനെ ഒരു കൂട്ടം ചോലക്കാടുകളും അതിന് ചുറ്റും പുൽമേടുകളും ഉണ്ടാവാനുള്ള കാരണം? ഇത് ഉയർന്ന പ്രദേശങ്ങളിലാണ് കാണാം. അവിടെ മലകളെല്ലാം തന്നെ ധാരാളമായിട്ട് മഴ പെയ്ത് മണ്ണെല്ലാം ഒലിച്ചു പോയിട്ടുണ്ടാവും. അപ്പോൾ മലമടക്കുകളിലാണ് ചോലക്കാടുകൾ കാണാം. അവിടെ ഇങ്ങനെ അരിച്ചു കയറുന്ന പോലെയാണ് കാണുക. കാരണം അവിടെയാണ് കുറച്ചെങ്കിലും ഒരു തിക്നെസ്, മണ്ണിൻ്റെ തിക്നെസ് ഉണ്ടാവും. അതുകൊണ്ടാണ് ആ മരങ്ങൾ അവിടെയുള്ളത്. നമ്മുടെ ലോകത്തിലെ മറ്റു ഭാഗങ്ങളിലെ വനങ്ങളും ഇന്ത്യയിലെ മറ്റു വനങ്ങളും കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ പശ്ചിമഘട്ടത്തിലെ വനങ്ങൾക്കുള്ള പ്രത്യേകത അതെന്താ? ഇത് ട്രോപ്പിക്കൽ ഏരിയ ആണ്. ട്രോപ്പിക്കൽ ഏരിയ വെച്ചാൽ ഭൂമധ്യരേഖ, അതിൻ്റെ മുകളിലേക്ക് 23 ഡിഗ്രി മുകളിലേക്ക് പോയാൽ നമുക്ക് അവിടെ ഉത്തരായന രേഖ കാണാം. ഭൂമധ്യരേഖയുടെ താഴേക്ക് തെക്കോട്ട് 23 ഡിഗ്രി പോയി കഴിഞ്ഞാൽ അവിടെ ദക്ഷിണായന രേഖ കാണാം. ഈ ദക്ഷിണായന രേഖയ്ക്കും ഉത്തരായന രേഖയുടെ ഒരു സ്പേസിനെയാണ് നമ്മൾ ട്രോപ്പിക്സ് എന്ന് വിളിക്കുക, ഉഷ്ണമേഖലാ പ്രദേശം. ഈ ഉഷ്ണമേഖലാ പ്രദേശത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് 2 വരകൾക്കും ഇടയ്ക്കാണ് സൂര്യൻ സഞ്ചരിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ അവിടെയാണ് ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം കിട്ടുക, ഏറ്റവും കൂടുതൽ ഊർജ്ജം കിട്ടുന്ന പ്രദേശമാണ്. അതുകൊണ്ട് അവിടെയാണ് ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള ആവാസ വ്യവസ്ഥകളൊക്കെ കാണുക. ഏറ്റവും വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ന്യൂട്രിയൻറ്റ് സൈക്ലിംഗ് നടക്കുന്ന സ്ഥലമാണ്, എനർജി ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ വൈവിധ്യം വളരെ കൂടുതലാണ് മറ്റു കാടുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട്. ഇപ്പോൾ ഉദാഹരണത്തിനൊരു ഒറ്റക്കൊരു കാരണം പറഞ്ഞാൽ, ഇപ്പം ലയാനാസ് എന്ന് പറയുന്ന സസ്യങ്ങളുണ്ട്. ലയാനാസ് എന്ന് വെച്ചാൽ വുഡി ക്ലൈംബേഴ്സാണ്. അത് മരം പോലെ തന്നെയുള്ള വള്ളികളാണ്. ഇപ്പോൾ പുല്ലാനി വള്ളിയൊക്കെ പോലെയുള്ള വള്ളികൾ. അത് നമുക്ക് ട്രോപ്പിക്കൽ ഫോറസ്റ്റിൽ മാത്രമേ കാണാൻ പറ്റൂ. ടെമ്പറേറ്റ് ഫോറസ്റ്റിൽ യൂറോപ്പിലോ അമേരിക്കയിലോ ഉള്ള കാടുകളിൽ നമുക്കത് കാണാനേ ആവില്ല. എൻഡമിക് സ്പീഷീസിനെ പറ്റി പറയാം, അതായത് പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്ന ജീവികൾ.
അത്തരത്തിലുള്ള ജീവികൾ കാണാനുള്ള കാരണം? പശ്ചിമഘട്ട മേഖല ലോകത്തുള്ള 36 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടിലൊന്നാണ്. ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടിനെ നിർവചിച്ചിട്ടുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്ഥലം ഹോട്ട്സ്പോട്ട് ആവണമെങ്കിൽ അവിടെയുള്ള 1500ഓളം സസ്യങ്ങൾ അവിടെ മാത്രം കാണുന്നതായിരിക്കണം. ഇതാണ് ഒരു ക്രൈറ്റീരിയ. രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ പ്രദേശത്തിൻ്റെ 75% സ്ഥലം അതിൻ്റെ പ്രൈമറി വെജിറ്റേഷൻ നഷ്ടപ്പെട്ടിട്ടുണ്ടാവണം. ഇങ്ങനെയുള്ള 2 ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്ന സ്ഥലങ്ങളെയാണ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന് വിളിക്കുന്നത്. പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിക്കുന്ന പോലെ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ആണെന്നുള്ളത് ഒരു അഭിമാനമല്ല, അത് വളരെ പ്രധാനപ്പെട്ട സ്ഥലം. അത് പേടിക്കേണ്ട കാര്യം കൂടിയാണ്. കാരണം അത്രമാത്രം നാശനഷ്ടം അവിടെ സംഭവിച്ചു എന്നുള്ളതിൻ്റെ ലക്ഷണം കൂടിയാണ്. പശ്ചിമഘട്ടത്തിൻ്റെ ഒരു തുടക്കം ഏകദേശം 150 ദശലക്ഷം വർഷം മുന്നെയാണ് പശ്ചിമഘട്ടം ആഫ്രിക്കയിൽ നിന്ന് വിട്ടുപോകുന്നത്. അതിനുശേഷം സഞ്ചരിച്ച് പോകുന്ന സമയത്ത് അന്നും മുതൽ ഇങ്ങോട്ടേക്ക് ഇവിടെ നടക്കുന്ന പരിണാമം ഇവിടെ മാത്രമായിട്ട് നടക്കുന്ന 150 ദശലക്ഷം വർഷം കൊണ്ടുണ്ടായിട്ടുള്ള പരിണാമത്തിലൂടെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വേറിട്ട് നിന്നുകൊണ്ട് പരിണമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ നമുക്ക് ധാരാളമായിട്ട് തദ്ദേശീയമായിട്ടുള്ള സ്ഥാനീയ സ്പീഷീസ് എന്ന് പറയുന്ന പോലെ ഇവിടെ മാത്രം കാണുന്ന മറ്റെവിടെയും കാണാത്ത സ്പീഷീസുകൾ ഉരുത്തിരിഞ്ഞ് വന്നു. പശ്ചിമഘട്ടത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ കേരളത്തിന്റെ ഭാഗത്തിലൂടെ കയറി പിന്നെ തമിഴ്നാട് അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് മാറുമ്പോൾ കാലാവസ്ഥ മൊത്തത്തിൽ നമ്മുടെ ആവാസ വ്യവസ്ഥ മൊത്തത്തിൽ മാറുന്നുണ്ട്. അതിന്റെ കാരണം എന്താ? പശ്ചിമഘട്ടത്തിൽ നമുക്ക് 3 ഭാഗമായിട്ട് തിരിക്കാം. അതിൽ നോർത്തേൺ പാർട്ടും സെൻട്രൽ പാർട്ടും സദേൺ പാർട്ടും. നമ്മളിപ്പോൾ സദേൺ പാർട്ടിലാണ് ഉള്ളത്. ഈ 3 സ്ഥലങ്ങളിലെ ഉയർച്ചയിൽ വ്യത്യാസമുണ്ട്, എലിവേഷനിൽ വ്യത്യാസമുണ്ട്. ഏറ്റവും ഉയർന്ന പ്രദേശങ്ങൾ നമ്മുടെ ഏറ്റവും താഴെയുള്ള ഭാഗങ്ങളിൽ കാണാം. ഏകദേശം ഒരു 40 കിലോമീറ്ററോളം വീതിയുള്ള പാലക്കാട് ഗ്യാപ്പ് കഴിഞ്ഞാൽ അത് വേറൊരു സ്ട്രെച്ചാണ്. ഇത് 2 സ്ഥലങ്ങൾ തമ്മിൽ തന്നെ വലിയ വ്യത്യാസമുണ്ട് സ്പീഷീസുകളുടെ കാര്യത്തിൽ. പ്രധാനമായിട്ടും മൺസൂണിന് മേഘങ്ങളിത് തടഞ്ഞു നിർത്തുന്നുണ്ട്, മഴ പെയ്യുന്നുണ്ട്. ആ മഴ പെയ്യുന്ന മുഴുവൻ ഇതിൻ്റെ ഈ പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറൻ ചരിവിലാണ്. കിഴക്കൻ ചരിവിലേക്ക് മേഘങ്ങൾ കടന്നു പോകുന്നില്ല. അപ്പുറത്തേക്ക് എത്തുമ്പോഴേക്കും അതിൻ്റെ ജലാംശം മുഴുവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അതുകൊണ്ടാണ് അതിൻ്റെ പടിഞ്ഞാറ് ഭാഗം വളരെ ജൈവവൈവിധ്യമുള്ള പ്രദേശമായി മാറുന്നത്. തൊട്ടപ്പുറത്തുള്ള ഭാഗം മഴ നിഴൽ പ്രദേശമാണ്, റെയിൻ ഷാഡോ റീജിയൻ എന്ന് പറയും. അപ്പോൾ അവിടെ മഴ വളരെ കുറവാണ്, കൂടുതൽ വരണ്ട കാലാവസ്ഥയായിരിക്കും അവിടെ ഉണ്ടാവും. പുസ്തകത്തിൽ ഫസ്റ്റ് ചാപ്റ്റർ സെക്കൻഡ് ചാപ്റ്റർ തന്നെ നമ്മുടെ ശബ്ദത്തിനെ പറ്റി ആണ്. അതായത് ഒരു ഫോറസ്റ്റില് സൗണ്ട് സ്കേപ്പിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് അതിനെ പറ്റിയുള്ള സ്റ്റഡീസ് ആണ്. അപ്പോൾ ഈ ഫോറസ്റ്റ് സൗണ്ട് സ്കേപ്പ് എക്കോളജി അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കണം. ബേസിക്കലി ശബ്ദം കാടിൻ്റെ ആരോഗ്യത്തിൻ്റെ ഏറ്റവും നല്ല ലക്ഷണമാണ് എന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് ബെർണി ക്രോസിൻ്റെ സ്റ്റഡീസാണ് അതിന് ബേസായിട്ട് വർക്ക് ചെയ്തത്. ബെർണി ക്രോസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം കാട്ടിൽ ശബ്ദം റെക്കോർഡ് ചെയ്യും. അത് പ്രധാനമായിട്ട് പുള്ളിക്ക് താല്പര്യം പക്ഷികളുടെ ശബ്ദമായിരുന്നു. പുള്ളി കുട്ടികളെ പഠിപ്പിക്കാനൊക്കെ അത് യൂസ് ചെയ്തിരുന്നു. അങ്ങനെ സ്ഥിരമായിട്ട് പുള്ളി റെക്കോർഡ് ചെയ്ത് പോകുന്ന സമയത്ത് ആ കാട്ടിൽ സെലക്ഷൻ ഫെല്ലിങ് നടക്കുന്നുണ്ട്. സെലക്ഷൻ ഫെല്ലിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മരം മുറിക്കുകയല്ല, വളരെ കുറച്ച് മരങ്ങൾ മാത്രം. ഒരു ഹെക്ടറിൽ നിന്ന് ഏകദേശം 2-3 മരങ്ങളൊക്കെ മുറിക്കുക. അപ്പോൾ അതിൻ്റെ ലോജിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ തടിയുടെ ആവശ്യം നടക്കും, അതേസമയം കാടിന് പരുക്ക് പറ്റാതിരിക്കും എന്നുള്ളതാണ് ധാരണ. പക്ഷേ ആ സെലക്ഷൻ ഫെല്ലിങ് കഴിഞ്ഞതിന് ശേഷം ബെർണി ക്രോസ് അവിടെ സൗണ്ട് റെക്കോർഡ് ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്തിരുന്നു. പക്ഷെ അന്നാണ് മനസ്സിലായത് പണ്ട് റെക്കോർഡ് ചെയ്ത പല സൗണ്ടും തിരിച്ചു വന്നേയില്ല. അന്ന് പുള്ളിക്ക് മനസ്സിലായി അത്ര ചെറിയൊരു അനക്കം പോലും പിടിച്ചെടുക്കാനായിട്ട് സൗണ്ട് സ്കേപ്പ് സാധ്യമാവുമെന്ന് മനസ്സിലായി. അദ്ദേഹമാണ് ഒരു ലാൻഡ്സ്കേപ്പിലെ സൗണ്ടിനെ 3ആയിട്ട് തരംതിരിക്കുന്നത്. അതായത് ജിയോഫോണി, അതായത് പ്രകൃതി ഉണ്ടാക്കുന്ന ശബ്ദം, ഇപ്പോൾ മഴയുടെ ശബ്ദം, കാറ്റിൻ്റെ ശബ്ദം, ഇടിമിന്നൽ, പുഴയൊഴുകുന്ന ശബ്ദം, അതെല്ലാം ജിയോഫോണിയാണ്. മറ്റൊന്ന് ബയോഫോണിയാണ്, ജീവജാലങ്ങൾ ഉണ്ടാക്കുന്ന ശബ്ദം, പക്ഷികളുടെ ശബ്ദം, വീടിൻ്റെ ശബ്ദം, നമ്മൾ സംസാരിക്കുന്ന ശബ്ദം, ഇതെല്ലാം ബയോഫോണിയാണ്. 3ാമത്തെ സൗണ്ട് ആന്ത്രോപോഫോണിയാണ്, അതായത് നമ്മളുണ്ടാക്കിയ ഉപകരണങ്ങളുണ്ടാക്കുന്ന ശബ്ദം, ഫാനിൻ്റെ ശബ്ദം, ബസ്സിൻ്റെ ഹോൺ, പ്ലെയിനുകളുടെ ശബ്ദം, ഫാനിൻ്റെ ശബ്ദം, എയർ കണ്ടീഷൻ ശബ്ദം, ഇതെല്ലാം ആന്ത്രോപോഫോണിയാണ്. അപ്പോൾ ബെർണി ക്രോസിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ സ്കീം അനുസരിച്ച് നമ്മൾ നഗരത്തിൽ സൗണ്ട് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആന്ത്രോപോഫോണിയായിരിക്കും ഏറ്റവും കൂടുതലുണ്ടാവുക. അത് നഗരത്തിൽ നിന്ന് നമ്മൾ ദൂരേക്ക് പോകുന്നതനുസരിച്ച് ആന്ത്രോപോഫോണി കുറഞ്ഞു വരും. ഒരു ഗ്രാമത്തിലെത്തിക്കഴിഞ്ഞാൽ അവിടെ ബയോഫോണിയായിരിക്കും കൂടുതലുണ്ടാവുക. ഒരു കാട്ടിലെത്തിക്കഴിഞ്ഞാൽ അവിടെയും ബയോഫോണിയായിരിക്കും, ജിയോഫോണിയൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതലുണ്ടാവുക. അപ്പോൾ ഒരു ലാൻഡ്സ്കേപ്പിൻ്റെ ഒരു സ്വഭാവം നമുക്കറിയാൻ പറ്റും. ഏതൊരു ലാൻഡ്സ്കേപ്പിനും അതിൻ്റെ സ്വന്തമായിട്ടുള്ളൊരു സൗണ്ട് സിഗ്നേച്ചർ ഉണ്ട്. ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന സ്കൂളിൻ്റെ സൗണ്ട് സ്കേപ്പ് ഡിഫറെൻ്റ് ആണ്, വീട്ടിലെ സൗണ്ട് സ്കേപ്പ് ഡിഫറെൻ്റ്, ജോലി സ്ഥലത്തെ സൗണ്ട് സ്കേപ്പ് ഡിഫറെൻ്റ് ആണ്, നമ്മളൊരു ബന്ധു വീട്ടിൽ പോയാൽ അവിടുത്തെ സൗണ്ട് സ്കേപ്പ് ഡിഫറെൻ്റ് ആണ്. ആ സൗണ്ട് സ്കേപ്പിനെ മുൻനിർത്തിക്കൊണ്ട് ആ ഭൂപ്രദേശത്ത് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് സൗണ്ട് സ്കേപ്പ് ഇക്കോളജി.
അപ്പൊ നമ്മള് ഒരു കാട്ടിലെ സൗണ്ട് സ്കേപ്പിനെ പറ്റി പഠിക്കുമ്പോൾ അത് റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഒരു ജീവജാലങ്ങളുടെയും സൗണ്ട് വേർതിരിച്ചെടുക്കാൻ പറ്റുമോ? സാധ്യമാണ്. ഇപ്പോൾ നമ്മൾ ആ വർക്ക് ചെയ്തിട്ടുണ്ട്. പി.എച്ച്. വാഴാനി വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ നമ്മൾ ആ വർക്ക് ചെയ്തു. നമ്മൾ കാട്ടിൽ തന്നെ ഫിക്സ് ചെയ്തിട്ടുള്ള ഓട്ടോമാറ്റിക് ആയിട്ടുള്ള സൗണ്ട് റെക്കോർഡേഴ്സാണ് ഫിക്സ് ചെയ്തത് കാട്ടിൽ. അത് 3 എലിവേഷനിലായിട്ടാണ് വെച്ചത്. ആ സൗണ്ട് വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ അത് ഓട്ടോമേറ്റഡ് ആയിട്ടുണ്ട്. നമുക്ക് അവിടെയുള്ള മുഴുവൻ പക്ഷികളുടെയും ലിസ്റ്റ് നമുക്ക് കിട്ടാൻ പറ്റും. ഓട്ടോമേറ്റഡ് ആയിട്ട് നമുക്കത് തയ്യാറാക്കാൻ പറ്റും. ആ സൗണ്ട് സാമ്പിൾ ചെയ്തിട്ട് അത് ലോകത്തുള്ള സൗണ്ട് റെക്കോർഡിങ്സ് ആയിട്ട്, ബേർഡ് സൗണ്ട് റെക്കോർഡിങ്സ് ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് അവിടെ ഏതൊക്കെ പക്ഷികളുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഏറ്റവും എളുപ്പത്തിൽ നമുക്കൊരു സ്ഥലത്തെ ജീവജാലങ്ങളെ ഡീറ്റെയിൽസ് കിട്ടാൻ പറ്റുന്ന ഒരു സംവിധാനമാണത്. മറ്റുള്ള മെത്തേഡ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനുള്ള കൂടുതൽ ഗുണങ്ങൾ എന്തൊക്കെ? പ്രധാനമായിട്ടും നമ്മൾ അവിടെ പോയിട്ട് സർവേ ചെയ്യുന്നതിൻ്റെ അത്ര എഫേർട്ട് ആവശ്യമില്ല. ഇതവിടെ റെക്കോർഡർ ഫിറ്റ് ചെയ്യുക, നമ്മളത് ഓൺ ചെയ്ത് പോന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഇടപാടുകൾ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നതനുസരിച്ചിട്ട്. ഇപ്പം നമ്മളൊക്കെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓരോ മിനിറ്റിൻ്റെയും ആദ്യത്തെ 5 സെക്കൻഡ് ആണ് റെക്കോർഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ റെക്കോർഡിങ് കണ്ടിന്യൂസ് ആയി നടക്കും. അതിനുശേഷം പിന്നെ അത് എടുത്ത് വന്നിട്ട് നമുക്ക് ലാബിൽ നിന്ന് തന്നെ അനലൈസ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. നമുക്ക് അവിടെ നിന്ന് ഗൺ ഷോട്ട്സ് വരെ കിട്ടിയിട്ടുണ്ട്. അപ്പം പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ അറിയാതെ പോകുന്ന കാര്യങ്ങളുണ്ട്. അതെല്ലാം പിടിച്ചെടുക്കാനായിട്ട് റെക്കോർഡേഴ്സിന് സാധ്യമാവും. മറ്റേതൊരു മെത്തേഡിനേക്കാളും എളുപ്പമാണ്, ഇൻവേസീവ് അല്ല. നമ്മൾ ആരെയും ഡിസ്റ്റർബ് ചെയ്യാതെ തന്നെ നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റുന്ന സംവിധാനമാണ്. അപ്പോൾ അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ്. പിന്നെ പുസ്തകത്തിൽ സാറ് പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ജീവികൾക്കിടയിലെ സംസ്കാരം എന്നുള്ളതിനെ പറ്റിയാണ്. അപ്പോൾ അതിൽ എനിക്കുണ്ടായ സംശയം എന്ന് പറയുന്നത്, ജീവികൾക്ക് ഇടയിലെ സംസ്കാരം എന്ന് പറയുമ്പോൾ ചില ബിഹേവിയർ പാറ്റേൺസ് ആണ്, അതിനുള്ള ഒബ്സർവേഷൻസ് ആണ് ഉണ്ടായത്. തിമിംഗലങ്ങൾക്കിടയിലെ ചില ബിഹേവിയർ പാറ്റേൺസ്. അപ്പോൾ അത് നമുക്ക് മനുഷ്യരുടെ സംസ്കാരവുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമോ? അതിൽ ഇത്തിരി ഒരു അപകടം ഇല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ മനുഷ്യൻ്റെ ഒരു രീതിയായിട്ട് നേരിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ബയോളജിയിൽ എപ്പോഴും നമ്മൾ പറഞ്ഞൊരു കാര്യം, ബിഹേവിയർ സ്റ്റഡീസ്, എത്തോളജി എന്ന് പറയുന്ന ബിഹേവിയർ സ്റ്റഡീസിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പല തോന്നലുകളും അവരുടെ മേലെ അടിച്ചേൽപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കാൻ നമ്മളെപ്പോഴും പറയും. അപ്പോൾ അത് വളരെ ഡിഫറൻ്റ് ആയിട്ട് തന്നെ കാണാൻ പറ്റണം. നമ്മൾ ആ ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മൾ ആ ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങളെ അനലൈസ് ചെയ്യുന്ന പ്രോസസ്സിനകത്ത് ഒരിക്കൽ പോലും മനുഷ്യൻ്റേതായിട്ടുള്ള ചില ഉദ്ദേശങ്ങളുണ്ടെന്ന് നമ്മൾ ആരോപിക്കാതെ പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനം. ഈയിടെ കേരളത്തിലുള്ള ഒരു ആൾക്കാരുടെ ടെൻഡൻസി എന്ന് പറയുന്നത് നമ്മുടെ ചില ഇമോഷൻസ് മൃഗങ്ങളിലും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അതായത് ഇപ്പോൾ അരിക്കൊമ്പന്റെ കേസ് പറയുകയാണെങ്കിൽ അതൊക്കെ ഈ പറയുന്ന മനുഷ്യനെ പോലെ മനുഷ്യൻ എങ്ങനെയാണ് കുടുംബജീവിതം നയിക്കുന്നത് അതുപോലെ അരിക്കൊമ്പനും ചെയ്യുന്നുണ്ട് എന്നുള്ള ചില പത്രങ്ങളിലും മാധ്യമങ്ങളിലും ഒക്കെ കണ്ടിരുന്നു. അപ്പൊ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? പ്രധാനമായിട്ടും ചില സിമിലാരിറ്റീസ് ഉണ്ടാവും. അപ്പോൾ സോഷ്യൽ ആനിമൽസ് ആണ്. മനുഷ്യൻ സാമൂഹ്യജീവിയാണ്, അതുപോലെ ആനയും ഒരു സാമൂഹ്യജീവിയാണ്, ഉറുമ്പ് സാമൂഹ്യജീവിയാണ്. നമ്മൾ ഇവരുടെയൊക്കെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ ഓവർലാപ്പ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. ഉദാഹരണത്തിന് ഉറുമ്പുകൾ ശവസംസ്കാരം ചെയ്യുന്നുണ്ട്. അവർ മരിച്ചു കഴിഞ്ഞാൽ അതിനെ എടുത്തു കൊണ്ടുപോയി ദൂരെ കൊണ്ടുപോയിട്ട് അതിനെ വെള്ളത്തിലൊഴുക്കിയിട്ടോ അല്ലെങ്കിൽ ഒഴിവാക്കുന്നോ അല്ലെങ്കിൽ താഴേക്ക് ഇട്ടിട്ടൊക്കെ ഒഴിവാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. മനുഷ്യർ ചെയ്യുന്ന പോലെ തന്നെ അവർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആനകളൊരു സാമൂഹ്യ ജീവിയാണ്, അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് പലപ്പോഴും. പക്ഷേ നമ്മൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ധാരണകൾ വെച്ചിട്ടാണ് നമ്മൾ ഈ അഭിപ്രായങ്ങൾ രൂപീകരിക്കുക. ഇപ്പം കാറ്റി എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് ഉണ്ടായിരുന്നു നേരത്തെ, എലിഫൻസിൻ്റെ സൗണ്ടിൽ വർക്ക് ചെയ്ത്. എലിഫൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വളരെ ലോ ഫ്രീക്വൻസി സൗണ്ടിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇത് നമുക്ക് മനസ്സിലാവുകയില്ല. പക്ഷേ ഒരു 10 കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ള ആനകളൊക്കെ ആയിട്ട് അവർക്ക് വളരെ എളുപ്പത്തിൽ നമ്മൾ കേൾക്കാതെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ അരിക്കൊമ്പൻ്റെ കേസിൽ അരിക്കൊമ്പനെ മയക്കുവെടി വെക്കുന്നു, അതിനെ വണ്ടിയിൽ കയറ്റാനൊക്കെ ശ്രമിക്കുന്ന സമയത്ത് പെട്ടെന്ന് മറ്റൊരു കൊമ്പനാണ് അവിടെ വരുന്നത്. അതെങ്ങനെ വരുന്നത്, അതെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം? ഇവർക്ക് പാനിക് ആയിക്കഴിഞ്ഞാൽ ആ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് കൈമാറാൻ പറ്റുന്നുണ്ട്, അവർ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അവരൊരു സമൂഹമായിട്ട് ജീവിക്കുന്ന ജീവികളാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ അവരെന്താ സംസാരിക്കാൻ നമുക്ക് അറിയില്ല, കാരണം ആ ഫ്രീക്വൻസി നമുക്ക് കേൾക്കാനേ പറ്റില്ല. അപ്പോൾ കാറ്റിപ്പേനൊക്കെ ചെയ്ത് വെക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ ആ ലോക്കൽ ഫ്രീക്വൻസി സൗണ്ട് റെക്കോർഡ് ചെയ്തിട്ട് അതിനെ ആംപ്ലിഫൈ ചെയ്ത് മറ്റേ ഫ്രീക്വൻസി ഷിഫ്റ്റ് നടത്തിയിട്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഫ്രീക്വൻസി കൊണ്ടുവന്നിട്ട് അത് കേൾക്കുകയും അത് ഓരോ സമയത്തും അവർ ഉണ്ടാക്കുന്ന ശബ്ദത്തിൻ്റെ കോണ്ടെക്സ്റ്റുമായിട്ട് ചേർത്ത് അതിനെ മനസ്സിലാക്കിയൊക്കെ ചെയ്യുന്ന വർക്കുകൾ നടന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള വർക്കുകളൊന്നും തന്നെ നടന്നിട്ടില്ല. പക്ഷെ നമുക്കറിയാം അവർ വലിയ തോതിൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ കേൾക്കാതെ തന്നെ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. ഈ അടുത്ത് ഈ ആനകള് പേര്
കുറച്ച് അഭിസംബോധന ചെയ്യുന്നത് എന്നൊരു പഠനം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൂടെ നമുക്ക് കേൾക്കാൻ പറ്റാത്ത ഫ്രീക്വൻസിയിലൂടെയാണ് ഈ ആനകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതെ, ഇപ്പോൾ ആദ്യത്തെ പഠനങ്ങൾ വരുന്നത് ശ്രീലങ്കയിൽ നിന്നാണ്. ശ്രീലങ്കയിലെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവരെല്ലാ ആനകളെയും ഒരുമിച്ചാണ് വളർത്തുക. രാവിലെ ഒരു പല സ്ഥലത്തേക്ക് ജോലിക്ക് പോകുന്നുണ്ടാവും, വൈകുന്നേരം തിരിച്ചു കൊണ്ടുവരും. അപ്പോൾ അവർ ഒബ്സർവ് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ചില ഗ്രൂപ്പുകൾ വരുമ്പോൾ, ചില ഇൻഡിവിജ്വൽസ് വരുമ്പോൾ ഇവിടെ വന്നിട്ടുള്ളവർ അങ്ങോട്ട് പോയിട്ട് ഗേറ്റിൻ്റെ അവിടെ നിന്ന് തന്നെ ഗ്രേറ്റ് ചെയ്തിട്ടൊക്കെ വരും. അപ്പോൾ ഇവർ വലിയ ഗ്രൂപ്പാണെങ്കിൽ പോലും അവർക്ക് ചില ആനകൾ തമ്മിൽ ഒരു ഗാഢമായിട്ടുള്ളൊരു ബന്ധം, കൂട്ടുകാരെന്നുള്ള നിലയ്ക്കുള്ള ബന്ധമുള്ളതായിട്ടൊക്കെ ശ്രീലങ്കയിൽ നിന്ന് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അമ്പരിപ്പിക്കുന്ന ഡാറ്റയാണ് ആഫ്രിക്കയിൽ നിന്ന് വന്നിട്ടുള്ളത്. അതായത് ചില ശബ്ദം ഉണ്ടാക്കുമ്പോൾ ഒരാന മാത്രമാണ് കൂട്ടത്തിൽ നിന്ന് റെസ്പോണ്ട് ചെയ്യുക. ആ സൗണ്ട് റെക്കോർഡ് ചെയ്തിട്ട് തിരിച്ച് പ്ലേ ചെയ്യുമ്പോഴും ആന മാത്രം റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഇൻഡിവിജ്വൽ നെയിംസ് അവർ യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. സർ, പിന്നെ ഈ ഉറുമ്പുകളുടെ ശവസംസ്കാരം പറഞ്ഞില്ലേ, അപ്പോൾ അത് നമ്മൾ ചെയ്യുന്ന അതേ ഇന്റൻഷനിൽ തന്നെയായിരിക്കും അതും ആ ഒരു അതായത് അതിന്റെ ഡെഡ് ബോഡി എടുത്ത് പുഴയിൽ കൊണ്ടുവിടുക, അങ്ങനത്തെ പരിപാടികൾ ചെയ്യുന്നത് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും? അതിൻ്റെ പേർപ്പസ് ഡിഫറെൻ്റ് ആവാം. മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യ ശവസംസ്കാരം നടത്തുന്നതിൻ്റെ കാരണം പണ്ട് കാട്ടിൽ ജീവിച്ചിരുന്ന കാലത്ത് മറ്റ് ജീവികളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. പുലി പോലെ, കടുവ പോലെയുള്ള ജീവികൾ അവർ ഒരു ഇര പിടിച്ചാൽ ഒരു കുറേ ദിവസം കൊണ്ടാണ് ആ ഇരയെ തിന്ന് തീർക്കുക, ഒറ്റ ദിവസമല്ല തിന്നുക. അപ്പോൾ മനുഷ്യൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഒരു മനുഷ്യൻ കൊല ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ മറ്റു മനുഷ്യർ പോയിട്ട് ആ ശരീരം എടുത്തിട്ട് മറവ് ചെയ്യുകയോ ദഹിപ്പിക്കുകയൊക്കെ ചെയ്യും. സ്വാഭാവികമായിട്ട് ഇവർക്ക് അടുത്ത ദിവസം കഴിക്കാൻ കിട്ടില്ല. അങ്ങനെയാണ് മനുഷ്യനെ ഇവർ ഒഴിവാക്കുന്നത്. അങ്ങനെയാണ് ഇവർ മനുഷ്യൻ രക്ഷപ്പെടുന്നത്. അങ്ങനെയാണ് മാംസഭുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് മനുഷ്യൻ അത് സ്റ്റാർട്ട് ചെയ്തത്. അതേസമയം ഉറുമ്പുകളെ സംബന്ധിച്ചിട്ട് അവർ കോളനിയായിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഉറുമ്പ് മരിക്കുന്നത് അത് രോഗം വന്നിട്ടാവാം. അതിന് രോഗം വന്നിട്ടില്ല, ആ രോഗം കോളനിയിലെ മറ്റു ആളുകളിലേക്ക് പടരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആ ശരീരം എടുത്ത് ദൂരെ കൊണ്ടുപോയി കളയുന്നത്. അത് ചിലപ്പോൾ പരിണാമത്തിലൂടെ കിട്ടിയ ഒരു സ്വാഭാവികമായിട്ടുള്ള ചോദന അങ്ങനെ. തീർച്ചയായിട്ടും അത് അവരുടെ സർവൈവൽ സ്ട്രാറ്റജിയുടെ. ജൈവ അധിനിവേശത്തിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാം. എന്താണ് ജൈവ അധിനിവേശം? ജൈവ അധിനിവേശം എന്നുള്ളത് ഒരു സ്ഥലത്ത്, സ്വാഭാവികമായിട്ട് ഒരു സ്ഥലത്ത് മാത്രം നിൽക്കുന്ന ഒരു ജീവജാലം അത് അവിടെ നിന്ന് യാത്ര തുടങ്ങി മറ്റൊരു പുതിയ സ്ഥലത്ത്, അതൊരിക്കലും ഇല്ലാതിരുന്നൊരു സ്ഥലത്ത് എത്തിപ്പെട്ട് കഴിയുമ്പോൾ അതിൻ്റെ എണ്ണം വല്ലാതെ വർദ്ധിക്കുകയും അതും അവിടെ 3 തരത്തിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾ അതിൻ്റെ ഒരു അധിനിവേശ സസ്യം എന്ന് വിളിക്കുക. ഒന്ന് അവിടെ പരിസ്ഥിതിയിൽ നാശം ഉണ്ടാക്കുക, മറ്റൊന്ന് അതിൻ്റെ സാമ്പത്തിക അവസ്ഥയെ ബാധിക്കുക, മൂന്നാമതായിട്ട് മനുഷ്യർക്ക് അസുഖങ്ങൾ ഉണ്ടാക്കുക. ഇതിൽ മൂന്നിലും ഏതെങ്കിലും ഒന്ന് ചെയ്യുന്ന മറ്റ് ഇവിടെ ഇല്ലാതിരുന്ന പുറത്തുനിന്ന് വന്നെത്തിയ ജീവജാലങ്ങളെയാണ് നമ്മൾ അധിനിവേശ ജീവജാലങ്ങൾ വിളിക്കുക. അത് ചെടികളുണ്ട്, ഷഡ്പദങ്ങളുണ്ട്, ആമകളുണ്ട്, പാമ്പുകളുണ്ട്, അങ്ങനെ പല ജീവികളുണ്ട്. ഇപ്പോൾ മനുഷ്യന് അങ്ങോട്ട് പുതിയ രാജ്യങ്ങളിലേക്കുള്ള യാത്ര, ഗ്ലോബലൈസേഷന് ശേഷം പ്രത്യേകിച്ചും വലിയ തോതിലാണ് ചരക്ക് കൈമാറ്റം നടക്കുന്നത്. അപ്പോൾ പുതിയ അറിവുകളനുസരിച്ച് ലോകത്തെമ്പാടും തന്നെ ജൈവ അധിനിവേശം കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ സ്പീഷീസുകൾ ഇൻവേസീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം ഭീഷണിയാണ് ഈ അധിനിവേശ ജീവജാലങ്ങൾ നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള പ്രകൃതി? വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. കാരണം കേരളത്തിലെ കാട്ടിൽ അധിനിവേശ സസ്യങ്ങൾ പടർന്ന് പിടിച്ചു കഴിഞ്ഞു. നാട്ടിലും അത് തന്നെ സംഭവിച്ചിട്ടുണ്ട്. കാർഷിക വിളകളെ അത് ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട്. നമ്മുടെ ജൈവ വൈവിധ്യത്തെ അത് ബാധിക്കുന്നുണ്ട്. എന്നാൽ ഓരോ വർഷം കഴിയുമ്പോഴും അതിൻ്റെ എണ്ണം കൂടി വരികയാണ്. പുതിയ സ്പീഷീസുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വലിയ പ്രശ്നമാണ് ഉണ്ടാക്കുന്നത്. സാറ്, ഇപ്പോൾ അടുത്തിടെ ഉണ്ടായ ഒരു ഗവേഷണം ഞാൻ പത്രത്തിൽ വായിച്ചതാണ്. മഞ്ഞക്കൊന്നയ്ക്കെതിരെ ഒരു ഇൻസെക്റ്റിന്റെ സഹായത്തോടെ അത് ഫംഗസിന്റെയും ഇൻസെക്റ്റിന്റെയും സഹായത്തോടെ മഞ്ഞക്കൊന്നയുടെ ഈ വ്യാപനം തടയുക എന്നത്, അതിനെപ്പറ്റി ഒന്ന്. പ്രധാനമായിട്ടും മഞ്ഞക്കൊന്ന ഒരു അധിനിവേശ സസ്യമാണ്. നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്ന സസ്യമല്ല. അത് വയനാട്ടിൽ ആദ്യമായിട്ട് അത് റോഡ് സൈഡിൽ നട്ടുപിടിപ്പിക്കുന്ന സമയത്ത് നല്ല കാണാൻ നല്ല രസമുള്ളൊരു പൂക്കളുണ്ടാവുന്ന മരമാണ്. അപ്പോൾ അങ്ങനെയാണ് അത് നട്ടുപിടിപ്പിക്കുന്നത്. അവന്യൂ ട്രീസ് ആയിട്ട് നട്ടതാണ്. പക്ഷെ അത് മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ഉള്ളിലും ഓഫീസിനോട് ചേർന്നും ചില തൈകൾ നട്ടിരുന്നു. അത് വളർന്ന് അതിൻ്റെ പൂവും കായൊക്കെ ഉണ്ടാവാൻ തുടങ്ങുന്ന സമയത്താണ് വയനാട് മുള പൂക്കുന്നത്. മുള പൂത്തിട്ട് മുള മുഴുവൻ നശിക്കുക. ആ സമയത്തുണ്ടായ വലിയൊരു ഗ്യാപ്പിലേക്ക് മഞ്ഞക്കൊന്ന വലിയ തോതിൽ ആവേശിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ സാങ്ച്വറിയുടെ വലിയൊരു ശതമാനം ഏരിയ തന്നെ മാത്രമായി. മഞ്ഞക്കൊന്നയുടെ കുഴപ്പമെന്ന് വെച്ചാൽ അത് നിൽക്കുന്ന സ്ഥലത്ത് മറ്റ് സസ്യങ്ങളൊന്നും വളരുന്നുണ്ടാവില്ല. അപ്പോൾ അതിനെ നിയന്ത്രിക്കാൻ പല വഴികളും നോക്കിയിരുന്നു. അത് മുറിച്ച് മാറ്റി അതിൻ്റെ ഡീബാക്കിങ് നടത്തിയിരുന്നു. അത് പൂർണ്ണമായിട്ടും അത് പിഴുതു മാറ്റുന്ന വർക്കുകൾ ചെയ്തിരുന്നു. അങ്ങനെ ആ പ്രോസസ്സിൻ്റെ ഇടയ്ക്കാണ് ആംബ്രോസിയ ബീറ്റിൽ എന്ന് പറയുന്ന ബീറ്റിൽ അതിനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണാൻ തുടങ്ങി. അപ്പോൾ നമ്മളതിനെ ഐഡൻറ്റിഫൈ ചെയ്തു. സൈലോബോറസ് പെർഫറൻസ് എന്ന് പറയുന്ന ഒരു സ്പീഷീസ് ആണെന്ന് മനസ്സിലായി.
അത് ഫംഗസിന് കൃഷി ചെയ്യുന്ന ഒരു വണ്ടാണ്. ആ വണ്ടിൻ്റെ ദേഹത്തുള്ള മൈക്കാൻഷ്യ എന്ന് പറഞ്ഞൊരു പാർട്ടിൽ ഫംഗസിൻ്റെ സ്പോർസ് അതൊക്കെ കൊണ്ട് നടക്കും. അത് മരത്തിനകത്ത് കയറിയിട്ട് ഫംഗസിനെ അവിടെ കൃഷി ചെയ്യും. ഈ ഫംഗസ് അതിൻ്റെ പ്രവർത്തനമാണ് ആ മരത്തിൻ്റെ താഴെ നിന്ന് മുകളിലേക്കുള്ള വെള്ളത്തിൻ്റെ മൂവ്മെൻറ്റും അതുപോലെ അതിൻ്റെ ന്യൂട്രിയൻസിൻ്റെ മൂവ്മെൻറ്റും കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്ത് മരം ഉണക്കണം. ഇപ്പോൾ ഈ ഫംഗസും ബീറ്റിലും തമ്മിലുള്ള ഒരു ബന്ധം പറഞ്ഞില്ലേ, അപ്പോൾ അത് പ്രകൃതിയിൽ ഈ സിംബയോസിസ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം പ്രകൃതിയിലുണ്ടല്ലോ, അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കും. പ്രകൃതിയിൽ ഒറ്റക്കല്ല ജീവികൾ ജീവിക്കുന്നത്. എല്ലാ ജീവിയും ഒരു കോംപ്ലക്സ് ആണ്. ഇപ്പം നമ്മൾ പോലും ഇപ്പോൾ മനുഷ്യൻ, ഇപ്പോൾ നമ്മൾ ഒരു വ്യക്തി എന്നൊക്കെ പറയുമ്പോൾ പോലും നമ്മുടെ ശരീരത്തിൻ്റെ പുറത്തും അകത്തുമായിട്ട് ജീവിക്കുന്ന ആയിരക്കണക്കിന് ജീവികളുണ്ട്. മൈക്രോബയോം എന്നാണ് നമ്മൾ വിളിക്കുക. നമ്മുടെ വയറിൻ്റെ ഉള്ളിലുള്ള ബാക്ടീരിയ എല്ലാം ചേർത്തിട്ട് അവരും കൂടി ചേർന്നിട്ടാണ് നമ്മളെ ശരീരത്തിൻ്റെ പ്രവർത്തനം കൃത്യമായിട്ട് നടക്കുന്നത്. അവർക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമുക്കും പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. ഇത് നമ്മൾ മാത്രമല്ല എല്ലാ ജീവികളും അങ്ങനെയാണ്. അപ്പോൾ അതിൽ ചില പാരസ്പര്യങ്ങൾ ഒരു വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ബന്ധമായിട്ട് മാറും. എന്ന് വെച്ചാൽ പരസ്പരം ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലേക്ക് വരും. അപ്പോൾ അങ്ങനെ എത്തിയിട്ടുള്ള കേസുകളാണ് സിംബയോസിസിൽ നമ്മൾ കാണാം. ഇത് ഈ വണ്ട്, സെന്നെ ആക്രമിക്കുന്ന വണ്ട് ആ മരം തിന്നുന്നേ ഇല്ല, മറിച്ച് അത് തിന്നുന്നത് ഫംഗസിനെ മാത്രമാണ്. അത് ഫംഗസ് കൃഷി ചെയ്യാനുള്ള ഒരു പ്രതലം എന്നുള്ള നിലയ്ക്കാണ് ഈ മരത്തെ അത് ഉപയോഗിക്കുന്നത്. കേരളത്തിൽ ഇപ്പോൾ ഒരു ഭീഷണിയായിട്ട് വരുന്നത് എന്താ വെച്ചാൽ സൂണോട്ടിക് ഡിസീസസ്, അതായത് കാലാവസ്ഥ മാറുന്നതിന് കൊണ്ടും അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ കാരണം ഈ സിംബയോട്ടിക് ആയിട്ട് ജീവിക്കുന്ന ചില ജീവാണുക്കള് ഈ അതിന്റെ ഹോസ്റ്റിൽ നിന്നും പുറത്തേക്ക് ചാടിയിട്ട് ബാക്കിയുള്ള ജീവജാലങ്ങൾക്ക് ഒരു ഭീഷണിയാവുന്ന ഒരു അവസ്ഥ, അതിനെ പറ്റി ഒന്ന് പറയാം. ബേസിക്കലി നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഭൂമിയിൽ പ്രകൃതിയിലുള്ള മറ്റെല്ലാ ജീവജാലങ്ങളും സേഫായിട്ട് ജീവിക്കുമ്പോൾ മാത്രമേ മനുഷ്യനും സേഫായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. നമുക്ക് മാത്രമായിട്ട് ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഇപ്പം നിപ്പയൊക്കെ ഏറ്റവും നല്ല എക്സാമ്പിളാണ്. നിപ്പ വൈറസ് ഉള്ളത് വവ്വാലിൻ്റെ ഉള്ളിലാണ്. വവ്വാലിൻ്റെ ഉള്ളിൽ നിന്ന് അത് പുറത്ത് ചാടി മനുഷ്യന് അസുഖം ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് അത് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ സംഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നം, വവ്വാലുകളുടെ ആവാസ വ്യവസ്ഥകൾ വലിയ തോതിൽ നശിക്കുന്നുണ്ട്, വലിയ മരങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നിപ്പ പരത്തുന്ന വവ്വാൽ ഒരിക്കലും കാട്ടിൽ ജീവിക്കുന്ന ഒരു ജീവിയല്ല, അത് നാട്ടിലാണ് ജീവിക്കുക. സർപ്പക്കാവുകളിലും റോഡിനോട് ചേർന്നിട്ടുള്ള വലിയ മരങ്ങളിലാണ് അവർ ജീവിച്ചിരുന്നത്. അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം നഷ്ടപ്പെടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവർക്ക് തൊട്ടടുത്ത് ഉള്ള വേറെ പൊക്കം കുറഞ്ഞ മരങ്ങളിലേക്ക് പോകേണ്ടി വരും. പല സ്ഥലത്തുള്ള വവ്വാലുകൾ ഒരു സമയത്ത് ഒരു സ്ഥലത്തേക്ക് വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും മത്സരം ഉണ്ടാകുമ്പോൾ ചിലർക്ക് വേണ്ടത്ര ഭക്ഷണം കിട്ടാതാവും, വേണ്ടത്ര സ്പേസ് കിട്ടാതാവും, അവരുടെ ആരോഗ്യം മോശമാവും. അവരുടെ ആരോഗ്യം മോശമായാലും അവരുടെ ഉള്ളിലുള്ള പാരസൈറ്റ്സ് ആയിട്ടുള്ള ജീവജാലങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് പുറത്ത് ചാടാനായിട്ട് ശ്രമിക്കും. അങ്ങനെയാണ് സ്പിൽ ഓവർ ഉണ്ടാകുന്നത്. നമ്മളെ സംബന്ധിച്ചിട്ട് നിപ്പ വരാതിരിക്കണമെങ്കിൽ ചെയ്യേണ്ടത് വവ്വാലുകളുടെ ആവാസ വ്യവസ്ഥകൾ അതേപോലെ സംരക്ഷിക്കപ്പെടുക എന്നുള്ളത്. ഇപ്പോൾ സാറിന്റെ പുസ്തകത്തിന്റെ പേര് എല്ലാവർക്കും ഇടമുള്ള ഭൂപടങ്ങൾ എന്നാണ്. അപ്പൊ ആ പുസ്തകത്തിന്റെ ആ ഒരു പേര് വന്നിരിക്കുന്ന ഈ ഒരു ഐഡിയോളജി എന്നാണോ? അതായത് എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കാനുള്ള ഇടങ്ങളുണ്ട്, ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള ഇടങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് എല്ലാവർക്കും, മനുഷ്യർ ഉൾപ്പെടെ ജീവജാലം. തീർച്ചയായും മനുഷ്യന്റെ കാര്യം എടുത്താൽ പോലും എല്ലാ മനുഷ്യരും ഒരേപോലെ അല്ല. പാവപ്പെട്ടവരുണ്ട്, പണക്കാരുണ്ട്, ഇടയ്ക്കുള്ളവരുണ്ട്. ഭൂമി അങ്ങനെ ഒരു വളരെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള സ്പേസ് അല്ലല്ലോ. പക്ഷേ അതിനുവേണ്ടി നമ്മൾ നിരന്തരമായിട്ട് ശ്രമം നടത്തേണ്ട ആവശ്യമുണ്ട്. കാര്യം ഇത് എല്ലാവരുടെയുമാണ് എന്നുള്ളൊരു ബോധം ഉണ്ടാവുക എന്നുള്ള ആവശ്യം. എല്ലാവരുടെയും എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരുടെയും ആവേണ്ട ആവശ്യമുണ്ട്, എല്ലാ ജീവജാലങ്ങളുടെയും ആവേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു ലേഖനത്തെ തലക്കെട്ടാണ് പുസ്തകത്തിൻ്റെ തലക്കെട്ടായിട്ട് ഉപയോഗിച്ചത്. നമ്മൾ ഈ ആഗോളതാപനം ഇപ്പോൾ ഉള്ള ഒരു ഭീഷണിയാണല്ലോ എല്ലാ മനുഷ്യരുൾപ്പെടുന്ന ജീവജാലങ്ങൾ. അപ്പോൾ ആഗോളതാപനത്തോട് നമ്മൾ കേരളം എങ്ങനെയാണ്, അതിന്റെ സവിശേഷ ഭൂപ്രകൃതി കാരണം നമ്മൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കേണ്ടത്, അതിന്റെ എഫക്ട്സിനോട്? ആഗോളതാപനവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന വലിയ തോതിലുള്ള പരിസ്ഥിതി പ്രശ്നങ്ങളുണ്ട്. ആ പരിസ്ഥിതി പ്രശ്നങ്ങളോട് ഒറ്റയടിക്ക് എന്താണ് നമുക്ക് എടുക്കേണ്ട നിലപാടെന്ന് ചോദിച്ചാൽ, നമുക്ക് നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ആവാസ വ്യവസ്ഥകളുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളതാണ് ആകെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ആവാസ വ്യവസ്ഥയുടെ ആരോഗ്യം പൂർണ്ണമായി സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അത് പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റും. അതെൻ്റെ ആരോഗ്യം ആദ്യമേ തന്നെ മോശമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് തിരിച്ചു വരാനായിട്ട് ഒത്തിരി സമയമെടുക്കും. ഇതൊരു ആക്സിഡൻറ്റ് പോലെ, ഇപ്പോൾ നമ്മൾ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഒരു വണ്ടി ഇടിക്കുന്നു, നമ്മൾ വീഴുന്നു, നമ്മൾ ആസ്പത്രിയിൽ കൊണ്ടുപോകുന്നു. ആസ്പത്രിയിൽ നിന്ന് എത്ര പെട്ടെന്ന് നമ്മൾ റിക്കവർ ചെയ്യുന്നുള്ളത് ഈ ആക്സിഡൻറ്റ് നടക്കുന്ന സമയത്ത് നമ്മുടെ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്.
നമ്മൾ പൂർണ്ണ ആരോഗ്യവാനാണെങ്കിൽ പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ പറ്റും. അതല്ല, അപകടം നടക്കുന്ന സമയത്ത് നമുക്ക് നിരവധി അസുഖങ്ങളുണ്ടെങ്കിൽ നമ്മൾ റിക്കവറി വളരെ പതുക്കെയായിരിക്കും. എന്ന് പറയുന്ന പോലെ തന്നെ ആഗോളതാപനത്തിൻ്റെ കാലത്ത് നമ്മൾ സ്വാഭാവികമായിട്ടുള്ള ആവാസ വ്യവസ്ഥകളുടെ ആരോഗ്യം സംരക്ഷിക്കുകയാണെങ്കിൽ അതുമായിട്ട് ആഗോളതാപനമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രതിസന്ധികളിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് കരകയറാൻ പറ്റും. അതല്ലെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടായിട്ട് മാറും. ഇപ്പോൾ വീണ്ടും ഒരു പരിസ്ഥിതി ദിനം വരികയാണല്ലോ ജൂൺ 5-ന്. അപ്പോൾ നമുക്കുള്ള ഒരു എല്ലാവരുടെയും കേരളത്തിലെ ഒരു ഫാഷൻ എന്ന് പറയുന്ന പോലെയാണ് മരം നടുക എന്നുള്ളത്. അപ്പോൾ ഈ മരം നടുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഒറ്റപ്പെട്ട മരങ്ങൾ നടുന്നത് കൊണ്ട് ഗുണമുണ്ടോ? പക്ഷെ എങ്ങനെയാണ് നമ്മൾ മരം നടലിനെ സമീപിക്കുന്നത്? ശരിക്കും മരം നടുന്നവരോട് എന്ന് പറഞ്ഞിട്ടൊരു ലേഖനം തന്നെ ആ പുസ്തകത്തിനകത്തുണ്ട്. കാരണം മരം നടുക എന്നുള്ളത് വളരെ ശ്രദ്ധയില്ലാതെ നടത്തേണ്ട ഒരു കാര്യമായിട്ടാണ് നമ്മൾ പലപ്പോഴും ചെയ്യുക. ഒരു മരം നടുന്ന സമയത്ത് കുറഞ്ഞ പക്ഷം ഒരു 20 വർഷം 25 വർഷം കഴിഞ്ഞിട്ട് ഉണ്ടാവുന്ന മരത്തെ നമുക്ക് മനസ്സിൽ സങ്കല്പിക്കാൻ പറ്റണം. അങ്ങനെ വേണം അത് നടാനായിട്ട്. സ്വാഭാവികമായിട്ട് അത് നിൽക്കുന്ന സ്ഥലത്ത് നാളെ അവിടെ അത് നിൽക്കാൻ പറ്റുന്നതാണോ എന്നറിയണം. അത് ഏത് മരമാണെന്ന് അറിയണം. അതിൻ്റെ ആർക്കിടെക്ചർ എന്തായിരിക്കും എന്ന് മനസ്സിലാക്കാൻ പറ്റണം. ഒരു 25 വർഷം കഴിയുമ്പോൾ മരത്തെ നമ്മൾ മനസ്സിൽ കാണാനായിട്ട് പറ്റണം. അതിന് മുകളിൽ ഇലക്ട്രിക്കൽ ലൈൻ വരുന്നുണ്ടോ, അത് അടുത്തുള്ള വീടുകളിലേക്ക് മറിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ടോ, എത്രമാത്രം ഉറപ്പുള്ള മരമാണ് എന്ന് തുടങ്ങി നിരവധി കാര്യങ്ങൾ ആലോചിച്ചതിന് ശേഷം മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ് മരം നടുക എന്നുള്ളത്. അതല്ല, ഒറ്റ മരത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് വളരെ ലിമിറ്റുണ്ട്. മറിച്ച് വേണ്ടത് നമുക്ക് ചെറിയ ഗ്രൂവുകൾ ഉണ്ടാവുക എന്നുള്ളതാണ്. മരങ്ങളുടെ ചെറിയ കൂട്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റുക എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിലും മൈക്രോ ക്ലൈമറ്റിനെ നിയന്ത്രിക്കണമെങ്കിൽ നമുക്ക് ആവശ്യം ആ തരത്തിലുള്ള മരക്കൂട്ടങ്ങളെയാണ്. പിന്നെ ഈ ആഗോളതാപനം ഇങ്ങനത്തെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ചെറുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ചില അന്താരാഷ്ട്ര കമ്പനികളിൽ ഇപ്പോൾ വരുന്ന വാർത്തകള് ചില എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള വംശനാശം സംഭവിച്ചിട്ടുള്ള ചില ജീവികളെ പുനർനിർമ്മിക്കുക എന്നുള്ളത്, അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനത്തിനെ നമുക്ക് നേരിടാൻ പറ്റുമോ? സത്യത്തിൽ 12,000 വർഷം മുന്നേ ഉണ്ടായിരുന്ന ഒരു ഫോക്സിനെ നമ്മൾ തിരിച്ചു കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായ അർത്ഥത്തിൽ അതിനെ തിരിച്ചു കൊണ്ടുവരുന്നതല്ല എൻ്റെ അർത്ഥം. അതിൻ്റെ ജീനുകളുണ്ട്. പക്ഷേ ആ ജീനുകൾ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റിയ ജീനുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ ജീവിയെ രണ്ടാമത് സൃഷ്ടിച്ചു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതൊരു ഡെഫിനറ്റീവ് ആയിട്ടുള്ള ഒരു കൺസർവേഷൻ പ്രോസസ്സായിട്ട് മാറാനായിട്ടുള്ള ചാൻസ് വളരെ വളരെ കുറവാണ്. ഒന്ന്, അന്നത്തെ ഒരു കാലാവസ്ഥയല്ല ഇപ്പോൾ ഉള്ളത്, മാറിക്കഴിഞ്ഞു. രണ്ട്, ചിലപ്പോൾ പുതിയ കാലാവസ്ഥയിൽ ജീവിക്കാവുന്ന രീതിയിൽ അത് അഡാപ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെ എല്ലാവരെയും തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതല്ല ലക്ഷ്യമാക്കേണ്ടത്. അതിനേക്കാൾ എത്രയോ വേഗത്തിലാണ് ഇപ്പം നിലനിൽക്കുന്ന പല സ്പീഷീസുകളും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പണ്ടത്തുള്ള ജീവികളെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നതിനേക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ഇപ്പോൾ നിലനിൽക്കുന്ന ജീവജാലങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ നോക്കുക എന്നുള്ളതാണ്. ശാസ്ത്രത്തിനെ പറ്റി പറയുമ്പോൾ ശാസ്ത്രത്തിന്റെ ഒരു മെത്തഡോളജി, അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? നമ്മൾ ഇതിന് ഉദ്ദേശിക്കുന്ന ആധുനിക ശാസ്ത്രം എന്നുള്ളത് തർജ്ജമ മോഡേൺ സയൻസിനെയാണ് നമ്മൾ തർജ്ജമ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ശാസ്ത്രം എന്നുള്ള വാക്കായിരിക്കില്ല അത് ഉപയോഗിക്കുക, ആധുനിക ശാസ്ത്രം തന്നെ പറയേണ്ടി വരും. കാരണം ശാസ്ത്രം എന്നുള്ള മലയാള വാക്കിൻ്റെ അർത്ഥം, സംസ്കൃത വാക്കിൻ്റെയും അർത്ഥം ശാസിക്കപ്പെട്ടതെന്നാണ്. ശാസിക്കുന്നത് ഗുരുവാണ്. ഗുരു പറഞ്ഞതെന്തോ അതാണ് ശാസ്ത്രം എന്നുള്ള ധാരണയിലാണ് നമ്മൾ ജീവിച്ചിരുന്നത്. മോഡേൺ സയൻസിൻ്റെ രീതി അതല്ല, മറിച്ച് വെരിഫയബിളാണ്. ഞാനൊരു കാര്യം പറഞ്ഞാൽ അത് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം, അത് ശരിയാണോ എന്ന് നിങ്ങൾക്ക് നിരീക്ഷണങ്ങളിലൂടെ പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കാൻ പറ്റണം. ഫാൾസിഫയബിൾ ആയിരിക്കണം. ഞാൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് തെളിയിക്കാൻ സാധ്യത ഉണ്ടാവണം. അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സാണ് സയൻസ് മുന്നോട്ട് വയ്ക്കുക. അപ്പോൾ അതാണ് ശാസ്ത്രത്തിൻ്റെ ഒരു രീതിശാസ്ത്രം. അത് ഡെമോക്രാറ്റിക്കാണ്, വെരിഫയബിളാണ്. അത് ഒരാൾ പറഞ്ഞു എന്നുള്ളതുകൊണ്ടല്ല വിശ്വസിക്കുന്നത്, മറിച്ച് തെളിവുകളുണ്ട് എന്നുള്ളതുകൊണ്ടാണ് അത് വിശ്വസിക്കുന്നത്. ആ തരത്തിൽ എംപിരിക്കലായിട്ടുള്ള ഒരു പ്രോസസ്സാണ് സയൻസ് എന്നുള്ളത്. സയൻസിനെയും ഇപ്പോൾ ഇന്നത്തെ ഒരു സാമൂഹിക ചുറ്റുപാടുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഏതാണ് സയൻസ്, ഏതാണ് സ്യൂഡോ സയൻസ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ, സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അവരിപ്പോ ചില ശാസ്ത്രത്തിന്റെ സയൻസിൽ ചില വാക്കുകൾ ഉപയോഗിച്ച് വെക്കുന്നത് കേട്ടാൽ സാധാരണ ജനങ്ങൾ വിചാരിക്കുക ഇത് സയൻസ് ആണ്, സയന്റിഫിക് ആയിട്ട് തെളിയിച്ച കാര്യമാണ്. അപ്പോൾ സ്യൂഡോ സയൻസിനെയും നമ്മൾ എങ്ങനെ വേർതിരിച്ച് മനസ്സിലാക്കും? അത് കുറച്ച് ഡിഫിക്കൽട്ടാണ് ആ പ്രോസസ്സ്. കാരണം മോഡേൺ സയൻസ് എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് അല്ലേ, ഇപ്പോഴും ഓൺഗോയിങ് ആയിട്ടുള്ള പ്രോജക്റ്റാണ്. മോഡേൺ സയൻസ് എന്നുള്ളൊരു പ്രോസസ്സാണ്, ഒരു ഫൈനൽ പ്രോഡക്റ്റ് അല്ല. അതൊരു പ്രോസസ്സാണ്. നമുക്ക് എംപിരിക്കലായിട്ട് വെരിഫൈ ചെയ്യാം നമ്മൾ മുന്നിൽ വരുന്ന ഫാക്ട്സ്. അതിന് പറ്റുന്ന ഒരു രീതിശാസ്ത്രമാണ് ആധുനിക ശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്നത്.
അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ സ്യൂഡോ സയൻസ് എന്ന് വിളിക്കുന്ന പല ശാസ്ത്രങ്ങളും നമുക്ക് പിന്നീട് നാളെ അത് വിശദീകരിക്കാനായേക്കാം അതിനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഹോമിയോപ്പതി പോലെ, ഹോമിയോപ്പതി ഇപ്പോൾ മോഡേൺ സയൻസ് പറയാം ഹോമിയോപ്പതി സ്യൂഡോ സയൻസ് ആണെന്നാണ് പറയാം. കാരണം അവർ കൊടുക്കുന്നതിനകത്ത് മരുന്നുകളില്ല, മാത്രമല്ല അത് അവർ എത്ര കൂടുതൽ ഡയലൂട്ട് ചെയ്യുന്നോ അപ്പോൾ അതിൻ്റെ ഇഫക്റ്റ് കൂടുമെന്നാണ് അത് പറയുക. അപ്പോൾ ഇതെല്ലാം മോഡേൺ സയൻസ് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ഹോമിയോപ്പതി വർക്ക് ചെയ്യുന്നുണ്ട്, ആളുകൾ ധാരാളമായിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇൻ്റർഫേസ് സബ്ജക്ട്സ് ഉണ്ട്, നമുക്കിപ്പോഴും വെരിഫൈ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. പക്ഷേ പ്രധാനമായിട്ടും ചികിത്സ പോലെയുള്ള മേഖലയിൽ ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്. നമുക്കത് മോഡേൺ സയൻസിൻ്റെ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ആയുർവേദം എടുത്താൽ ആയുർവേദത്തിനകത്ത് ഒരു യോഗത്തിനകത്ത് ധാരാളം മോളിക്യൂൾസ് ഉണ്ടാവും. ഈ ഓരോ മോളിക്യൂളും കൃത്യമായിട്ട് എന്താ ചെയ്യുക എന്നുള്ളത് നമുക്കിപ്പോഴും കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ മോഡേൺ സയൻസ് ഈസ് എ സബ്ജക്ട് വിച്ച് ഈസ് ഗ്രോയിങ്, അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാത്തിനെയും എല്ലാ അറിവിനെയും ആ തരത്തിൽ തള്ളിക്കളയാനായിട്ടാവില്ല. പക്ഷേ അതിൽ നിന്ന് പുതിയ അറിവുകൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു വലിയ റിച്ച് ആയിട്ടുള്ളൊരു സോഴ്സായിട്ട് പല സയൻസസും നിൽക്കുന്നുണ്ട്. പക്ഷേ സ്യൂഡോ സയൻസ് എന്നുള്ള നിലയ്ക്ക് വലിയ തോതിലുള്ള അന്ധവിശ്വാസങ്ങൾ, ഇപ്പം നരബലി പോലെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട്. അതൊരു കച്ചവടമായിട്ട് മാറുന്ന സമയത്ത് സാമാന്യ ബോധത്തിന് നിൽക്കാത്തൊരു കാര്യമായിട്ട് മാറുമ്പോൾ, അത് ഒരു ജനാധിപത്യ ബോധത്തിനെതിരായിട്ടുള്ള കാര്യമായിട്ട് മാറുമ്പോൾ അത് കൃത്യമായിട്ടും ചെറുക്കേണ്ട തന്നെ ആവശ്യമുണ്ട്. പിന്നെ ചിലരുടെ അജണ്ടകൾ നടപ്പാക്കാനും സയൻസിനെ ഉപയോഗിക്കുന്നില്ലേ തെറ്റായ വഴികളിലൂടെ? സയൻസ് എപ്പോഴും ഒരു ടൂളാണ്, അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. അത് മനുഷ്യനെ കൊല്ലാൻ ഉപയോഗിക്കാം, മനുഷ്യനെ ജീവിപ്പിക്കാൻ ഉപയോഗിക്കാം, മനുഷ്യനെ ആരോഗ്യം കൊടുക്കാനായിട്ട് ഉപയോഗിക്കാം. അതാത് സമയത്ത് നിലനിൽക്കുന്ന ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഐഡിയോളജികൾ ശാസ്ത്രത്തെ എടുത്ത് ഉപയോഗിക്കാൻ തന്നെ ചെയ്യും. അപ്പോൾ അതിനോട് നമുക്ക് കരുതിയിരിക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യാനുള്ളൂ. ശാസ്ത്രം പഠിക്കുന്നതിലൂടെ ഒരു മനുഷ്യന് നല്ല ഹ്യൂമൻ ബീയിങ് ആയിട്ടും കൂടുതൽ മെച്ചപ്പെട്ട ഒരു മനുഷ്യനായിട്ട് മാറാൻ പറ്റുമോ? തീർച്ചയായിട്ടും. അതെന്നു വെച്ചാൽ എൻ്റെ ഒക്കെ ഒരു അനുഭവം പറഞ്ഞാൽ, നമ്മൾ എത്രയോ നാളത്തെ ഈ പഠനത്തിലൂടെ മനസ്സിലായ ഒരു കാര്യം, വി ക്യാൻ ഓൺലി വർക്ക് വിത്ത് നേച്ചർ, വി കനോട്ട് വർക്ക് അഗൻസ്റ്റ് ഇറ്റ് എന്നാണ് നമ്മൾ പഠിച്ചൊരു പാഠം. പ്രകൃതിയോട് ചേർന്ന് നിന്നുകൊണ്ട് അതിനോടൊപ്പം അതിൻ്റെ പ്രോസസ്സ് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതിനെതിരായിട്ടുള്ള ഏതൊരു പ്രവർത്തനവും നിലനിൽക്കില്ല എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു പാഠം. അങ്ങനെ നോക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നല്ല മനുഷ്യരായേ പറ്റും. മറ്റ് ജീവജാലങ്ങളോടും സഹജീവികളോടും എല്ലാവരോടും അത്തരത്തിലുള്ള ഒരു മമതയോടുകൂടി, സ്നേഹത്തോടുകൂടി, വിനയത്തോടുകൂടി മാത്രം ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു വിനയമാണ് ശാസ്ത്രം പഠിക്കുന്നതെന്ന് നമുക്ക് കിട്ടുന്നുണ്ടാവും. ശാസ്ത്രം നിരന്തരം ഇങ്ങനെ പരിണമിച്ചുകൊണ്ടിരിക്കുന്നതാണല്ലോ. അതായത് പുതിയ കണ്ടെത്തലുകൾ വരുമ്പോൾ നമ്മൾ പഴയ അതിനെ ഒഴിവാക്കിയിട്ട് പുതിയ ശരികളിലേക്ക് ശരികളിൽ നിന്ന് കൂടുതൽ ശരികളിലേക്കുള്ള ഒരു യാത്രയാണല്ലോ. അപ്പൊ ആ ഒരു രീതിയിൽ കാണുമ്പോൾ പക്ഷെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടത് കുറച്ചും കൂടി ഉറപ്പിച്ച ആൻസേഴ്സ് ആണ്. എപ്പോഴും വളരെ ദൃഢമായിട്ടുള്ള ഉത്തരങ്ങളാണ് വേണ്ടത്. അപ്പോൾ ആ ഒരു സയൻസിനെ ചിലപ്പോൾ ആൾക്കാർ സയൻസിന്റെ അതൊരു ലിമിറ്റേഷൻ ആയിട്ടും പറയാറുണ്ട്. ശാസ്ത്രം അനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് വളരെ ടഫായിട്ടുള്ളൊരു കാര്യമാണ്, നല്ല ബുദ്ധിമുട്ട് പിടിച്ചൊരു കാര്യമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളെയും നിങ്ങൾക്ക് ശാസ്ത്രീയമായിട്ട് വിശദീകരിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ്സ് എ ട്രെമൻഡസ് ജോബ്. ഇപ്പോൾ ഒരു ഫാൻ കറങ്ങുന്നു, അതെന്തുകൊണ്ടാണ് കറങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ദൈവം കറക്കണമെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. അതേസമയം അതെങ്ങനെയാണ് ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഇതിനെ വിശദീകരിക്കുക എന്നുള്ളത് ഒത്തിരി പഠനം ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ശാസ്ത്രം ചെയ്യുന്നത് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ പ്രകൃതിയെ, പ്രപഞ്ചത്തെ വിശദീകരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ പുതിയ അറിവ് ഉണ്ടാവുന്നതനുസരിച്ചിട്ട് നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറും, നിലപാടുകൾ മാറും. അങ്ങനെ വ്യത്യസ്തമായി തെന്നിക്കളിക്കുന്ന ഒരു പ്രതലത്തിൽ നിൽക്കുക എന്നുള്ളതാണ് ശാസ്ത്രം ചെയ്യുന്നത്. പക്ഷേ സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിട്ട് അങ്ങനെ ഇളകുന്ന പ്രതലത്തിൽ ജീവിക്കാൻ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. അവർക്ക് വളരെ ദൃഢമായ, ഉറപ്പുള്ള, ഒരിക്കലും മാറാത്ത, അത് നുണകൾ കൊണ്ടുണ്ടാക്കിയതായാൽ പോലും അനങ്ങാതെ നിൽക്കുന്ന ഉറപ്പുള്ള തറകളാണ് സാധാരണ മനുഷ്യന് എപ്പോഴും താല്പര്യം. അതുകൊണ്ടാണ് ശാസ്ത്രബോധം സമൂഹത്തിൽ വല്ലാതെ കുറഞ്ഞു വരുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിലനിൽക്കുന്ന എപ്പോഴൊക്കെ യാദൃശ്യങ്ങൾ കൂടുതലായിട്ട് വരുന്നോ, സങ്കീർണതകൾ കൂടുന്നുണ്ടോ, പ്രപഞ്ചാത്മകമാവാതിരിക്കുന്ന സമയങ്ങൾ ഒക്കെ ആളുകളെ കൂടുതൽ വിശ്വാസികളാക്കി മാറ്റിക്കൊണ്ടിരിക്കും. കൃത്യമായി മുന്നിലേക്ക് കാര്യങ്ങൾ പ്രവചിക്കാൻ പറ്റാതാവുക, ഒരു നിശ്ചയം എന്നുള്ള സാധനം കുറഞ്ഞു വരിക, സ്വാഭാവികമായിട്ട് ആളുകൾ എത്തിപ്പെടുക വിശ്വാസത്തിലേക്കും ചിലപ്പോൾ അന്ധവിശ്വാസത്തിലേക്കൊക്കെ ആയിരിക്കും. അപ്പോൾ ഇത് ശാസ്ത്രബോധം സമൂഹത്തിൽ ഉണ്ടാവണമെങ്കിൽ
ബോധവൽക്കരണം മാത്രം കൊണ്ട് കാര്യമില്ല. ഒരു കുട്ടിയെ സംബന്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ, നന്നായി പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടുമെന്നൊരു വിശ്വാസം വേണം. ആ വിശ്വാസം ഇല്ലെങ്കിൽ മറ്റു വഴികൾ തേടുന്നുണ്ടാവും. അതുപോലെ ഒരു സേഫായിട്ട് ജീവിക്കാൻ പറ്റുക, അതിനുള്ള ഒരു ഡെമോക്രാറ്റിക് സൊസൈറ്റിയുടെ ഒരു ആഴവും പരപ്പും വർദ്ധിപ്പിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ശാസ്ത്രബോധം നിർമ്മിച്ചെടുക്കാൻ പറ്റുള്ളൂ. അതായത് ഇത് കാര്യം അറിയാത്തതുകൊണ്ടൊന്നുമല്ല. പക്ഷേ അനിശ്ചിതത്വം കൂടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആളുകൾ വിശ്വാസത്തിലേക്കും അന്ധവിശ്വാസത്തിലേക്കൊക്കെ പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവും. ശാസ്ത്രബോധം ഉണ്ടാവണമെങ്കിൽ ആദ്യം വേണ്ടത് വളരെ ഡെഫിനറ്റീവായിട്ടുള്ള ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിനകത്ത് മാത്രമേ ശരിയായ ശാസ്ത്രവും ശരിയായ ശാസ്ത്രബോധവും നിലനിൽക്കുള്ളൂ. നമ്മൾ കുട്ടികളെ എങ്ങനെ വളർത്തുമ്പോൾ നമ്മൾ അവരിലേക്ക് ആദ്യം നമ്മൾ അവരുടെ തലച്ചോറിലേക്ക് നടക്കുന്നത് ചില വിശ്വാസങ്ങളാണ്. അപ്പോൾ ഈ വിശ്വാസങ്ങൾ കൊണ്ടാണ് കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നത്. അവിടുന്ന് ശാസ്ത്രം പഠിക്കുന്നു. അപ്പോൾ ഇത് മൊത്തത്തിൽ ഒരു കോൺഫ്ലിക്റ്റ് ആണ് വരുന്നത്. അതുകൊണ്ടായിരിക്കില്ലേ കുട്ടികൾ, അതായത് ഈ ശാസ്ത്രത്തെ എക്സാം എഴുതി പാസ്സാവുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കുന്നത്. അത് പിന്നെ ജീവിതത്തിൽ അത് പിന്നെ യൂസ് ചെയ്യാതെ, അതായത് സമൂഹത്തിൽ ഇറങ്ങുമ്പോഴും അതിനെ യൂസ് ചെയ്യാതെ ഇരിക്കുന്നത്. അവസാനമായിട്ട് കുട്ടികൾ, ചെറിയ കുട്ടികളാകുമ്പോൾ നിറയെ സംശയങ്ങൾ ചോദിക്കുന്നുണ്ടാവും. ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് കഴിഞ്ഞാൽ ഒരു 3ാം ക്ലാസ് 4ാം ക്ലാസ്സൊക്കെ കുട്ടികളുടെ ക്ലാസ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ നിറയെ സംശയങ്ങൾ ചോദിക്കുന്നുണ്ടാവും. പക്ഷേ ഓരോ ക്ലാസ് ഇങ്ങനെ കൂടി വരുന്നതനുസരിച്ചിട്ട് ചോദ്യങ്ങളുടെ എണ്ണം കുറഞ്ഞു വരിക ചെയ്യുക. ലോകത്തെ ഏറ്റവും വലിയ പരീക്ഷ എന്ന് പറയുന്നത് 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞോട് കൂടിയിട്ട് കുട്ടികൾക്ക് എല്ലാ സംശയവും അവസാനിച്ചു. ഇനി സംശയങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥയൊക്കെ. ഇത് ശാസ്ത്രത്തിന് വിരുദ്ധമായിട്ടുള്ളൊരു കാര്യമാണ്. ഏറ്റവും ചെറിയ കുഞ്ഞുങ്ങൾക്ക് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ പറയാൻ പറ്റണം. നമ്മൾ KFRL ചെയ്യുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്നൊരു പരിപാടിയുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുള്ളൊരു നമ്പറാണ്. ആ നമ്പറിൽ അവർക്ക് വിളിക്കാം, എന്ത് ചോദ്യം ചോദിക്കാം. രസകരമായിട്ടുള്ള ധാരാളം ചോദ്യങ്ങൾ അവർക്ക് വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ വളരെ ക്യൂരിയോസിറ്റി കുട്ടികൾക്കുണ്ട്. ആ ക്യൂരിയോസിറ്റിയെ ഇല്ലാതാക്കിക്കൊണ്ട് ഈ ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായി ഉത്തരം കൊടുക്കാതിരുന്നുകൊണ്ട് പിന്നെ അവരൊരിക്കലും ചോദിക്കാത്ത ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് നമ്മൾ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുണ്ടാക്കുന്ന ഒരു ഡിസ്കണക്റ്റ് ഉണ്ട്. ആ ഡിസ്കണക്റ്റ് കുറയ്ക്കാനായിട്ട് KFRA ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് മഴവില്ലെന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട്. ഒരു 6, 7, 8 ക്ലാസ്സിലെ കുട്ടികൾ സയൻസ് പഠിക്കാനായിട്ട് വരുന്നത്. അവർക്ക് ക്ലാസ് റൂം ലെക്ചേഴ്സ് ഇല്ലാതെ അവർ തന്നെ കാര്യങ്ങൾ ചെയ്ത് പഠിക്കുന്ന ഒരു പ്രോസസ്സുണ്ട്. നമ്മളൊരു ഓൾട്ടർനേറ്റീവ് പെഡഗോഗി ഡെവലപ്പ് ചെയ്യുന്ന പ്രോസസ്സിലാണ് ഉള്ളത്. കുട്ടികളുടെ ആ ക്യൂരിയോസിറ്റി നഷ്ടപ്പെടാതെ തന്നെ അവരെ ശാസ്ത്രം പഠിപ്പിക്കാനും അവരുടെ ജീവിതത്തിലെ ശാസ്ത്രബോധം വളർത്തിയെടുക്കാനും പറ്റുന്ന ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സാറിൻ്റെ അതായത് ഇത്രയും വർഷങ്ങളുള്ള ഗവേഷണ അനുഭവത്തിൽ വനത്തിൽ പോകുമ്പോൾ ഉണ്ടായ എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള എപ്പോഴും ഓർമ്മിക്കാൻ പറ്റുന്ന തരത്തിലുള്ള എന്തെങ്കിലും അനുഭവം പങ്കുവെക്കാൻ പറ്റും? ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കാട്ടിൽ പോയി കഴിഞ്ഞാൽ കാട്ടിൽ ജീവിക്കുന്ന മനുഷ്യർ അവരോടൊപ്പം സമയം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു പോരുമ്പോൾ അവർ നമ്മളോട് ചോദിക്കും, നിങ്ങൾ എന്ത് ധൈര്യത്തിൽ അങ്ങോട്ട് പോകണമെന്ന് ചോദിക്കും, നാട്ടിലേക്ക് പോകുന്നത്. കാരണം നാട് അവരെ സംബന്ധിച്ച് വളരെ സങ്കീർണമായിട്ടുള്ളൊരു സ്ഥലമാണ്, പ്രവചിക്കാൻ പറ്റാത്ത സ്ഥലമാണ്. എന്നാൽ അതേസമയം നാട്ടിലുള്ള ആളുകൾ നമ്മൾ കാട്ടിലേക്ക് പോകുന്ന സമയത്ത് ഇതേ ചോദിച്ചു ചോദിക്കും, എന്ത് ധൈര്യത്തിലാണ് കാട്ടിലേക്ക് പോകുന്ന ചോദിക്കും. കാട് അതിൻ്റേതായിട്ടുള്ള ഒരു ചിന്ത മുന്നോട്ട് വയ്ക്കുന്നുണ്ട്, ഒരു അനുഭവം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ധാരാളം ജീവജാലങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുക, എങ്ങനെയാണ് കലഹങ്ങളില്ലാതെ ബഹളങ്ങളില്ലാതെ അഡാപ്റ്റ് ചെയ്ത് ജീവിക്കുന്നതിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിളാണ് കാട്ടിൽ നമുക്ക് കാണാൻ പറ്റുക. പണ്ടൊക്കെ നമ്മൾ കാട് മാറുകയാണ്, വലിയ തോതിൽ മാറ്റം വരുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ട് കാട്ടിൽ ഗവേഷണത്തിനായിട്ട് പോകുന്ന സമയത്തൊക്കെ ആനകളൊക്കെ ഉണ്ടാവും. ആന അവിടെ ഭക്ഷണം കഴിക്കുന്നുണ്ടാവും, നമ്മളെ ജോലി ചെയ്യുന്നുണ്ടാവും, നമ്മൾ അവരെ ശ്രദ്ധിക്കുന്നുണ്ടാവും, അവർ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടാവും. ഇന്നിപ്പോൾ അതല്ല അവസ്ഥ. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആനകൾ ഇങ്ങോട്ട് വന്ന് ആക്രമിക്കുന്ന അവസ്ഥയിലേക്ക് അവരുടെ സ്വഭാവത്തിലും മാറ്റം വന്നിട്ടുണ്ട്. കാട് വലിയ തോതിൽ മാറുകയാണ്, കാട് ശോഷിക്കുന്നുണ്ട്, അവരെ ജൈവവൈവിധ്യം വലിയ തോതിൽ കുറയുന്നുണ്ട്. അപ്പോൾ അങ്ങനൊരു മാറ്റം കാണാൻ പറ്റുന്നുണ്ട്, വലിയ തോതിലുള്ളൊരു മാറ്റമുണ്ട്. വലിയ തോതിലുള്ള ഇടപെടലുകൾ ഇല്ലെങ്കിൽ കാട് വളരെ ശുഷ്കായി പോകാനുള്ള ചാൻസസ് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ വാർത്തകളിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ മനുഷ്യ മൃഗ സംഘർഷങ്ങളാണല്ലോ. എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഇത് കൂടി വരുന്നത് കേരളത്തിൽ? സത്യത്തിൽ ഇത് പണ്ടേ പ്രശ്നമുണ്ട്. പക്ഷേ ഒരുപക്ഷെ ഇന്നത്തെ പോലെയുള്ള മാധ്യമ സത്യമൊന്നും ആ വിഷയം നേടിയിട്ടുണ്ടാവില്ല. അതിപ്പോൾ ഏറ്റവും ചെറിയൊരു കാര്യം പോലും വാർത്തയായിട്ട് എല്ലാവരും അറിയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. മാത്രമല്ല സ്പേസ് നന്നായി കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം ആനയുടെ കേസൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആനകൾ നേരത്തെ ഉണ്ടായിരുന്ന ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്ന ഏരിയയിലൊന്നും ആനയ്ക്ക് ജീവിക്കാൻ പറ്റാത്ത സ്ഥലമാണ്. ചില സ്ഥലങ്ങളിലേക്ക് അവർ ഒതുങ്ങിയിട്ടുണ്ട്, സ്വഭാവം മാറിയിട്ടുണ്ട്.
കാടിന് പുറത്ത് നടക്കുന്ന കൃഷി അവരെ വലിയ തോതിൽ ആകർഷിക്കുന്നുണ്ട്. അവർക്ക് കുറച്ച് സമയം കൊണ്ട് ഏറ്റവും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം പുറത്ത് കിട്ടുന്ന അവസ്ഥയുണ്ട്. പന്നികളെ പോലെയുള്ള ജീവികളെ സംബന്ധിച്ച് നമ്മൾ അവരെ ക്ഷണിച്ചു കൊണ്ടുപോകുന്ന പോലെ നാട്ടിലിഷ്ടം പോലെ ഭക്ഷണം അവൈലബിൾ ആണ്, ഒളിച്ചിരിക്കാനുള്ള ഇടങ്ങൾ അവൈലബിൾ ആണ്. അതുകൊണ്ട് അവർ കാട്ടിൽ ജീവിക്കുന്നതിനേക്കാൾ അവരെ സംബന്ധിച്ച് സേഫ് നാട്ടിൽ ജീവിക്കുക എന്നുള്ളതുകൊണ്ട് അവരിങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പല കാരണങ്ങളുണ്ട്. അപ്പോൾ ആത്യന്തികമായിട്ട് ഈ ജീവജാലങ്ങളോടൊപ്പം ജീവിക്കുക അല്ലാതെ വേറെ രക്ഷയില്ല. അപ്പോൾ ആ ഒരു ലിവിങ് ടുഗദറിനുള്ള സംവിധാനം സാഹചര്യങ്ങൾ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ കാടിനോട് ഓരത്ത് ജീവിക്കുന്ന കർഷകര് അവരുടെ ജീവിത മാർഗമാണല്ലോ ഈ കൃഷി എന്ന് പറയുന്നത്. അപ്പോൾ അവര് ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് കൊണ്ടുവരേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഈ സംഘർഷം കുറക്കാൻ വേണ്ടി? ഇപ്പം വനംവകുപ്പ് വലിയ തോതിലുള്ള ഇടപെടലുകൾ ആ മേഖലയിൽ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ സംഘർഷത്തിൻ്റെ കാര്യം പറഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത് പാമ്പ് കടിച്ചിട്ടാണ്. അതിൽ വലിയ തോതിലുള്ള കുറവ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് കൃത്യമായിട്ട് പണ്ടൊക്കെ പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ തല്ലിക്കൊല്ലുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ വഴി. ഇന്നതല്ല, നിങ്ങൾക്കൊരു ഫോൺ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ റെസ്ക്യൂ ചെയ്യാനുള്ള ആളുകൾ വീട്ടിൽ വരും, അതിനെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോകും. അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വന്യജീവി സംഘർഷമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമല്ല, അവിടെയുള്ള ജനങ്ങളും കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു പാർട്ടിസിപ്പേറ്റീവ് പ്രോസസ്സ് പതുക്കെ ഇവോൾവ് ചെയ്ത് വരുന്നുണ്ട്. അതപ്പോൾ അതും ആ നിലയ്ക്ക് തന്നെ അത് മാനേജ് ചെയ്യാൻ പറ്റേണ്ടതാണ്. എൻ്റെ നാട്ടിലൊരു കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ കാസർഗോഡ് ഒരു മലയോര ഗ്രാമത്തിലാണ് ജീവിക്കുന്നത്. അവിടെ ഞാൻ എൻ്റെ സ്കൂളിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആ ഒരു കാലത്ത് പഠിക്കുന്ന സമയത്ത്, ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന സമയത്ത് ആനകളൊന്നും തീരെ കണ്ടിരുന്നില്ല. ഞാൻ അങ്ങനെ കേട്ടിരുന്നില്ല, അച്ഛനും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. പക്ഷേ ഇപ്പോ ഈ ആനകള് ഒരുപാട് കൂട്ടമായിട്ട് അങ്ങോട്ട് ഇറങ്ങുന്നുണ്ട്, പുലികളും ഇറങ്ങുന്നുണ്ട്. പണ്ട് ഈ സംഭവം ഉണ്ടായിരുന്നില്ല. അത് എന്തുകൊണ്ടായിരിക്കാം? കാട്ടിനകത്ത് ഭക്ഷണം കുറഞ്ഞിട്ടുണ്ടാവാം. കുറച്ചും കൂടി റിസ്ക് എടുക്കുന്ന ആനകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. കുറച്ചും കൂടി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് പുറത്ത് ലഭ്യമാവുന്നുള്ളതുകൊണ്ട് അവർ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചിട്ടൊക്കെ പലപ്പോഴും ഇതൊരു സെക്കൻഡ് ജനറേഷൻ പ്രോബ്ലം ആയിട്ടാണ് പറയുക. അതായത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് വന്നു, അത് കൃത്യമായിട്ട് നടപ്പിലാക്കി. കാട്ടിനകത്ത് പോച്ചിങ് ഭയങ്കരമായിട്ട് കുറഞ്ഞു, വേട്ട ഓൾമോസ്റ്റ് ഇല്ലാതായി എന്ന് തന്നെ പറയാവുന്ന അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ സെക്കൻഡ് ജനറേഷൻ പ്രോബ്ലം എന്ന് പറയും. ഒരു കാര്യം നമ്മൾ നന്നായി ചെയ്തുകൊണ്ടുണ്ടായിട്ടുള്ള പ്രോബ്ലം എന്നുള്ള നിലയ്ക്ക് നമുക്ക് അതിനെ കാണേണ്ടി വരും. നമ്മുടെ വനങ്ങളിലെ പശ്ചിമഘട്ടത്തിനെ പറ്റി പറയുമ്പോൾ, കേരളത്തിലെ വനങ്ങളെ പറ്റി പറയുമ്പോൾ, അവിടെ ജീവിക്കുന്ന ആദിമ നിവാസികൾ അവര് കാട്ടില് അവരുടെ തനതായ ജീവിത രീതിയോടെ ജീവിക്കുന്നവരായിരുന്നു. പക്ഷെ നമ്മള് ഇപ്പോഴത്തെ പദ്ധതികള് അവരുടെ ജീവിതത്തിന് കൂടുതൽ മെച്ചപ്പെട്ടതാക്കാൻ പറ്റുന്നുണ്ടോ, അതോ അവര് നമ്മളെ പോലെ ആക്കി തീർക്കാനാണോ നമ്മൾ ശ്രമിക്കുന്നത്? ആദിമ നിവാസികളെ കുറിച്ച് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം, ഇന്ത്യൻ സർക്കാർ ആദിമ നിവാസികളെ അംഗീകരിക്കുന്നില്ല. മറ്റു പല രാജ്യങ്ങളും ചെയ്തിട്ടുള്ള പോലെ, ഇപ്പോൾ ന്യൂസിലാൻഡ് പോലെ, ഓസ്ട്രേലിയ പോലെ, അമേരിക്ക പോലെ, അവരുടെ ട്രൈബൽ പോപ്പുലേഷൻ എന്നുള്ളത് അവർ ട്രൈബലാണ്, അവർ ഇൻഡിജിനസ് ആണ്, അവർ തദ്ദേശീയമായിട്ടുള്ള മനുഷ്യരാണ് എന്ന് നിർവഹിച്ചിട്ടുള്ള പോലെ ഇന്ത്യൻ ഗവൺമെൻറ് അത് ചെയ്തിട്ടില്ല. ഇന്ത്യൻ ഗവൺമെൻറ് നിലപാടെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ജീവിക്കുന്ന മുഴുവൻ ആളുകൾ ഇൻഡിജിനസ് ആണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന ആദിമനിവാസികളായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന പല ചർച്ചകളും പല ഡോക്യുമെൻറ്റേഷനും ഇവിടെ നമുക്ക് നടപ്പിലാക്കാൻ പറ്റിയിട്ടില്ല. പോളിസിയിലേക്ക് അത് കൊണ്ടുവരാനായിട്ട് പലപ്പോഴും പറ്റുന്നില്ല. ലോകം മുഴുവൻ ചോദിക്കുന്ന ഒരു ചോദ്യം, എന്താണ് ഇവരെ ചെയ്യേണ്ടത്? അവരവരുടെ വഴിക്ക് വിടുകയാണോ വേണ്ടത്? കാട്ടിൽ തന്നെ ജീവിച്ചോട്ടെ എന്നൊക്കെയാണോ വേണ്ടത്? അത് അവരെ നമ്മളെപ്പോലെ ആക്കുകയാണോ വേണ്ടത് എന്നുള്ള ചോദ്യം ധാരാളമായിട്ട് ചോദിക്കേണ്ടേ. അതിൻ്റെ ഉത്തരം അന്താരാഷ്ട്ര തലത്തിൽ എത്തിപ്പെട്ടിട്ടുള്ളൊരു ഉത്തരം എന്താ വെച്ച് കഴിഞ്ഞാൽ, അവർ മാറുക തന്നെ ചെയ്യും. നമ്മൾ മാറുന്ന പോലെ തന്നെ അവർ തന്നെ മാറുകയും ചെയ്യും. പക്ഷേ മാറുന്ന വേഗത അവർ വേണം തീരുമാനിക്കാൻ. അല്ല നമ്മളായിട്ട് തിരക്ക് പിടിച്ച് അവർ മാറ്റുന്ന സമയത്ത് വലിയ അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവരുടെ ഒരു പേസ് എടുത്തിട്ട്, അവരുടെ സമയം എടുത്തിട്ട് അവർ മാറട്ടെ എന്നുള്ളതാണ് അന്താരാഷ്ട്ര സമൂഹം. അതേപോലെ തന്നെ നമുക്ക് അവരോട് ഇടപെടേണ്ട ആവശ്യമുണ്ട്. തിരക്ക് പിടിച്ചിട്ട് നമ്മളെപ്പോലെ ആക്കാനായിട്ടുള്ള ശ്രമങ്ങളെല്ലാം തന്നെ അവർക്ക് തിരിച്ചടിയായിട്ട് മാറുകയും ചെയ്യുന്നുണ്ടാവും.